ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കുരങ്ങനായും ഹൾക്കായൊക്കെ കുതിരവിട്ട വ്ളോഗുകൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കും, നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കണം. അപ്പോൾ മസ്റ്റായിട്ട് ഈ വ്ളോഗ് കാണുമ്പോൾ എന്തായാലും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നമ്മൾ നിങ്ങൾക്ക് നമ്മുടെ ഒരു പുതിയ പരിപാടി കാണിച്ചു തരാൻ പോവുകയാണ്. അതായത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എ ഫ്രെയിമിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പണി കൂടി നടക്കുന്നുണ്ട്, ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതാണ് നമ്മളെ നിലമ്പൂർ ടൗണിൽ മാനവേദൻ സ്കൂള് പോണ റോഡാട്ടത്. മാനവേദൻ സ്കൂളിൽ പോണ റോഡിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മളൊരു പരിപാടി ഓണാവുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയ അല്ലേ എന്തായാലും പറയാ ബ്യൂട്ടി സലൂൺ പാർലർ, ചെറിയൊരു സലൂൺ സെറ്റപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ചെറിയൊരു ഷോപ്പാണ്. അപ്പോൾ എല്ലാവരും കണ്ടുനോക്കിയും ഇതാണ് നമ്മളെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വർക്ക് എടുക്കുന്നത് സൊഫാൻ ഖാനാണ് കേട്ടോ. ഡ്രീം ഡിസൈനർ സൊഫാൻ ഖാനാണ് ഈ വർക്ക് കൊടുക്കുന്നത്. ഇതിങ്ങനെ കസ്റ്റമേഴ്സിന് ഓരോ VIP കസ്റ്റമേഴ്സിനൊക്കെ ഓരോ പേഴ്സണൽ റൂം, ഇവിടേക്ക് നോക്കുകയാണെങ്കിലും ഒരു പേഴ്സണൽ റൂം, പിന്നെ ഇവിടെ കുറച്ച് പരിപാടികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യണം എന്താ വെച്ചാൽ, ഇവിടെ ഗ്ലാസ് ഉണ്ട് ഇത്രയും പൊസിഷന്, അത് പിന്നെയും ഗ്ലാസ് ഇങ്ങോട്ട് ചിലപ്പോൾ കിട്ടും മിക്കവാറും. എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് 6 കട്ടിങ് ചെയർ ഇട്ടു, അതായത് ഒരേ ടൈമിൽ 6 ആളെ ഹെയർ കട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ഒരു പേഴ്സണൽ റൂമുണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും സംരംഭങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഡിസൈനിങ് നമ്മൾ ഏകദേശം നമ്മളൊരു ഐഡിയയും തീമും സഫോൻകാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ലോഞ്ച് വരിക. ഈ ഒരു ഭാഗത്തൊരു ലോഞ്ച് TV സെറ്റപ്പൊക്കെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എത്രത്തോളം അടിപൊളിയാവും അറിയില്ല. പണി കഴിഞ്ഞാൽ അപ്പോൾ ഓപ്പൺ ആക്കും. കട ഓപ്പണായി വരും. അപ്പോൾ ഇതേപോലെ ഇവിടെ നിങ്ങളുടെ ലേഡീസിൻ്റെ സെഷനാണ് കേട്ടോ. ഈ ഏരിയ ഫുള്ള് ലേഡീസ്, അതുപോലെ തന്നെ ഈ ഏരിയയും ലേഡീസിൻ്റെ ഏരിയയാണ് ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും നമ്മളെ ബിൽഡിങ്ങിൻ്റെ ഭാഗമാണ് കേട്ടോ. ഈ ഒരു ഏരിയയും ലേഡീസിൻ്റെ ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്യണത്. ഇതിലേതോ ഒരു ഏരിയ, ചെറിയ ഭാഗം ലേഡീസിൻ്റെ ഏരിയയാണ്. ബാക്കി ഒരു ചെറിയ കുഞ്ഞു പാർട്ട് നമ്മളെ സ്റ്റാഫിന് ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനൊക്കെ ഉള്ളൊരു സ്പോട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. ഇവിടെ മുമ്പ് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിനി, അപ്പം ഒരു കഫേ ഉണ്ടായി. അപ്പോൾ അതിന് ശേഷം നമ്മളാണ് ഇപ്പം ഈ ബിൽഡിങ്ങിന് അഡ്വാൻസ് കൊടുത്ത് ഈ ഒരു ഭാഗത്തിന് അഡ്വാൻസ് കൊടുത്ത് ഇവിടെ പരിപാടി ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളെ തന്നെ സലൂണാണ് ഫെയ്ഡ്സ്, നമ്മളെയും ഫ്രണ്ട്സിൻ്റെയും സലൂണാണ് ഫെയ്ഡ്സ്. അപ്പോൾ ഫെയ്ഡ്സ് ഇപ്പം നമുക്ക് 4 ചെയറാണുള്ളത്. 4 ചെയർ മാഷാഅല്ലാഹ് 4 ചെയർ മാഷാഅല്ലാഹ് ഉഷാറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ പെരുന്നാൾക്ക് അല്ലാത്ത സീസൺ ടൈമിൽ അല്ലെങ്കിൽ വെള്ളിയൊക്കെ വരുമ്പോൾ നമ്മൾ കല്യാണത്തിന് ഇതിനൊക്കെ മുടി വെട്ടാനൊക്കെ ആൾക്കാർ വന്നിട്ട് നമ്മളെ സ്റ്റെപ്പിൻ്റെ അവിടേക്ക് ഇരിക്കുന്ന അവസ്ഥയാണ്, വെയിറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മാറ്റം വരുത്തി നമുക്ക് ഒരേ ടൈമിൽ 6 ആക്കി 7 ആക്കി അല്ലെങ്കിൽ 8 ആക്കി 9 ആക്കി 10 ആക്കി വരെ കട്ട് ചെയ്യാനും, ബോയ്സിനാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10 ആക്കി ഒരേ സമയത്ത് കട്ട് ചെയ്യാനും. അതുപോലെ തന്നെ അവിടെ ഇതേപോലെ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സെറ്റപ്പാണ്, പെട്ടെന്ന് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, TV കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാവർക്കും സൗകര്യപ്രദമായിട്ട് ഇരുന്ന് ടൈം വേസ്റ്റ് ചെയ്യാതെ മുടി വെട്ടാനും. അപ്പുറത്ത് തന്നെ മറ്റേ ഫുഡിൻ്റെ കട ഉണ്ട്, അപ്പുറത്ത് തന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട്, അപ്പുറത്ത് തന്നെ ഐസ്ക്രീമിൻ്റെ ഷോപ്പുണ്ട്, അപ്പോൾ അടിയിൽ തന്നെ സെൻറ്റിൻ്റെ ഷോപ്പുണ്ട്, എല്ലാം ഉണ്ട്. ഐസ് ഇരുന്നാൽ മതി, മുടി വെട്ടുന്ന ടൈം വരെ ഒന്ന് ഐസ് ഇരിക്കുമ്പോൾ എരു അപ്പുറത്ത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞുതരാം എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളത്. നമ്മളിതൊരു ബ്രൗൺ തീമിലാണ് ചെയ്യണത്. എന്താ വെച്ചാൽ എന്നാൽ എല്ലാവർക്കും രണ്ട് പൊടി കുറവുണ്ട് കേട്ടോ. കാരണം ഞാനും അസറും ഇന്നലെ ഉറങ്ങണത് 6 മണിക്കാണ്. ഞങ്ങൾ എന്നിട്ട് നീച്ചു ഇന്ന് ഉറങ്ങണത് 6 മണിക്ക്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടൊക്കെ തീരെ എനർജി ഇല്ല. കാരണം എന്താ വെച്ചാൽ കുതിര ഈ വേൾഡ് കപ്പിനെ കുറിച്ച് സംസാരിക്കുക, ഏതൊക്കെ ഗ്രൂപ്പുകൾ, ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ ഗ്രൂപ്പിൽ നിന്ന് കയറിപ്പോലും, ആരൊക്കെ കഴിച്ചിലാവും, ആരൊക്കെ ഇടനടുവിൽ കുടുങ്ങും, ആരൊക്കെ ഗ്രൂപ്പ് സ്റ്റേജുകളിൽ തോൽക്കും എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തിന് കേട്ടോ. കൊളംബിയന്റെ ടീം സ്ക്വാഡ് പ്രഖ്യാപിച്ചതിന് ശേഷം ചില ആൾക്കാരുടെ കൈയൊക്കെ വറക്കുന്നുണ്ട്, അറിയില്ല. അപ്പൊ ബാസിലെ ഞാൻ പണ്ടത്തെ കൊളംബിയ ഇതിന് ബാസിലാണ് ഗ്രൂപ്പ് സ്റ്റേജ് ഒക്കെ 3 കളി ജയിച്ച് നമ്മൾ കയറുന്നുണ്ടോ. അതിൽ ബാസിലെ സ്ക്വാഡ് ഉണ്ടോ കൊളംബിയന്റെ, അതിൽ ബാസില്
ആ ചെറുതായി കാണില്ല. ഒരു കളി അപ്പൊ മറ്റേ വീഡിയോ കാണിച്ചു കൊടുക്കട്ടെ. മനസ്സിലായി അത് കാണിച്ചു കൊടുക്കല്ലേ? ഒരു കളി ഒന്നും ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് പൊട്ടിയാൽ ഒരു കുഴപ്പമില്ല. മറ്റേ വീഡിയോ ആ വീഡിയോയിലെ വിട്ടിന് കാണിച്ചു ഒരാളെ ചെറുതാക്കി കാണിച്ചു കൊടുക്കൂല. എന്നിട്ടേ ബാക്കിയുള്ള ടീമേ എനിക്ക് ഫ്രാൻസിനെ കിട്ടണം, അർജന്റീന കിട്ടണം, തോൽപ്പിച്ചിട്ട് വിട്ടുന്നിട് വീഡിയോ കാണിച്ചു കൊടുക്കണ്ട, ഓഡിയോ മാത്രം കാണിച്ചു കൊടുക്കും. അപ്പൊ സുഹൃത്തുക്കളവര് കണ്ടോളിട്ടോ. ഞങ്ങളെ ഭാഗത്തിലെ ടീമുകൾ കൊളംബിയനെ നിങ്ങൾ തോൽക്കുമല്ലേ? എത്ര ഗോളിലേക്കും അതൊക്കെ നമ്മളുണ്ടായില്ലേ രണ്ടാമത്തെ ഗോൾ വരെ 80 മിനിറ്റിന് ശേഷം അതാരോന്ന് ബ്രൂണോ പാസും കൊടുക്കൂല. അന്ന് പോയി വിവാദമായി കളി നിർത്തി റൊണാൾഡോ പോകും. ബ്രൂണോ കൊടുത്തിട്ട് റൊണാൾഡോ അടിക്കാൻ പറ്റും. അല്ല നിങ്ങൾ എന്നിട്ട് ഫൈനലിൽ ആരെ കിട്ടണ്ടേ? എല്ലാവർക്കും കൊടുക്കും, പക്ഷെ റൊണാൾഡോ കൊടുക്കില്ല. അസിസ്റ്റില് കിങ്ങാ, പക്ഷെ റൊണാൾഡോക്കില്ല. ഫൈനൽ നിങ്ങൾ ആരെ കിട്ടിയാലാണ് കപ്പടിക്കാം? അർജന്റീന വേണം ഫൈനലില്. ഫ്രാൻസിനും അർജന്റീന ഫൈനലിൽ തന്നെ കിട്ടണമെന്നില്ല. ഗ്രൂപ്പ് ഒക്കെ കഴിഞ്ഞ് ഇടയിൽ എവിടെയെങ്കിലും കിട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അർജന്റീന തോറ്റ പ്രീ ക്വാർട്ടർ തന്നെ തോറ്റ. അപ്പൊ 100 ആരും ചെറുതായി കാണില്ല. അതാണ് ഞങ്ങളിപ്പോ വീഡിയോയിൽ കണ്ടയാ. കണ്ടാ മനസ്സിലായി. ഉസ്ബെക്കിസ്ഥാനൊക്കെ ആദ്യമായിട്ടാണ് യോഗ്യത ഇട്ടതാണ്. നല്ല കളിയാണ്, നല്ല ടീമാണ്. ഞാൻ നോക്കി ഓരോ സ്കോഡ് നോക്കി ഇപ്പഴല്ലേ നോക്കി. അപ്പൊ നല്ല ടീമാണ്. ആദ്യം വെറുതെ വായിച്ചു വിട്ടിക്കണ്. അപ്പൊ ഫ്രാൻസും ജർമ്മനി ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ മരണ ഗ്രൂപ്പിൽ അടിച്ചിടാൻ കരുതി. കൊളംബിയയിലെ ആകെ കാക്കാന്റെ റോഡ്രിഗസ് മാത്രമേ ഉള്ളൂ വിരമിച്ചിക്കണ. ഡിയാസ് അതിലാണെന്ന് പറഞ്ഞപ്പോഴേ അല്ല ഇതൊക്കെ ഇപ്പൊ ഇതിലല്ലേ ഞങ്ങളെ സൈഡ്. കൊളംബിയയില് വേറൊരു സ്റ്റാർ പ്ലെയർ ഉണ്ടായിരുന്നടാ. കൊളംബിയയിലോ? ജെയിംസ് റോഡ്രിഗസ് മുന്നേ പഴയ പ്ലെയർ അല്ലേ ഞാൻ പറഞ്ഞ ഒരു മുടിയുള്ള പ്ലെയറടാ. അത്ലറ്റിക്കോ മാഡ്രിഡിലൊക്കെ കളിച്ചിനി. ഒരു മുടിയുള്ള ചെക്കനടാ. കൊളംബിയന്റെ ഒരു അടിപൊളി പ്ലെയർ. ഓനാണ് ജെയിംസ് റോഡ്രിഗസ് ഒക്കെ വളർന്നിട്ടുണ്ടായിരുന്നു. ഓനാണ് മെയിൻ. ആ ഒരു സീം പ്ലെയർ കൊളംബിയക്ക് ഒരു ലെജൻഡ് ഉണ്ട്. ഓനാണ് കൊളംബിയൻ ആ നിലയിൽ എത്തിച്ചത്. കൊളംബിയ ഫുട്ബോൾ ലെജൻസ് അടിച്ചു നോക്ക്. ഇപ്പൊ കാണിക്കാം. ആറോണ്ടാണോ പേര്? റൊമേരോ ആണോ? അല്ല ഇബലല്ല. ആ അതാ റഡമൽ ഫാൽക്കാവോ. ഞാൻ ആറോണ്ടാണ് പറഞ്ഞില്ലേ. റഡമൽ ഫാൽക്കാവോ കിഡിലും പ്ലെയർ. അതുപോലെയാണ് ലൂയിസ് ഡയസ് ഒക്കെ. ചെറുതായി കാണൂല. പക്ഷെ ഫ്രാൻസിന് അർജന്റീന കിട്ടി നമ്മൾ പൊട്ടിച്ചിടും. അപ്പൊ ചെറുതായി കാണാനാണോ? അതിപ്പോ ഞാൻ അന്നോട് ബ്രസീലിനെ നിങ്ങൾ ആരെ കിട്ടിയ തോറ്റു കൊടുക്കും ചോദിച്ചു കൊടുക്കും. ഞാൻ പറയും നല്ല ടീമാണ്, ഞാൻ തോറ്റു കൊടുക്കും പറയും. ഞങ്ങൾ തോറ്റു കൊടുക്കൂല. ഞങ്ങൾ ഏത് നല്ല ടീമില്ല. പക്ഷെ ഞങ്ങളെ സൈഡിലേ വരുന്ന ടീമുകൾ നോക്കി സീൻ ടീമുകളാണ് ഞങ്ങളെ സൈഡിൽ നിന്ന് കയറി പോണെങ്കിൽ നല്ല ടീമിനെ ബാക്കിയുള്ള ടീമിനെ കൊച്ചാക്കി കാണൂല എന്ന് പറയണം. കാണൂല, ആരും കാണൂല. കൊച്ചാക്കി കാണണം. കാണൂല. ട്യൂഷൻ കട്ട് ചെയ്തല്ലേ നിങ്ങള്? സുഹൃത്തുക്കളെ ട്യൂഷൻ കട്ട് ചെയ്തോണ്ട് മിനറപ്പടിത്തെ ട്യൂഷന് പോകാതെ മെല്ലെ ഗെയിം കളിച്ചാൽ വന്നിങ്ങനെ 3 ആള് കണ്ടോളിയും. ആ ബോള് ആ മിനറപ്പടിത്തെ ട്യൂഷൻ. അല്ല ഗെയിം കളിച്ചാനേ വന്നിട്ടുള്ളൂ ചെറുക്കന്മാര് ട്യൂഷൻ കട്ട് ചെയ്ത് UFC, PS5, FIFA. ആര് അവ എന്തായാലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പണി കഴിഞ്ഞവരെന്തായാലും വെയിറ്റ് ചെയ്തിട്ട് എന്തായാലും ഹെയർ കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറംനാട്ടിലുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മളെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. എപ്പോഴും ഊട്ടി പോകുമ്പോഴോ ഇവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് മുടി വെട്ടണമെങ്കിൽ അല്ലെങ്കിൽ വയനാട് കയറുമ്പോൾ മുടി വെട്ടണമെങ്കിൽ നമ്മളെ നാട്ടിൽ കൂടെ പോകുമ്പോഴല്ലോ ആ ഫോഗിന്റെ അടിയിൽ കൂടെ ചെത്തിയ ഹെയർ സ്റ്റൈൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അത് സീനാവും. എൻ്റെ ഒരു പ്രൊമോഷനോ. അപ്പം എന്ത് പോർച്ചുഗലിലേക്ക് വിളിച്ചതാണോ? ഞാൻ പറയട്ടെ, ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് ഞങ്ങൾ പോർച്ചുഗൽ ഫാൻസിനെ സംബന്ധിച്ച് വളരെ വൈകാരികമായ ഒരു വേൾഡ് കപ്പ്. ഞാൻ പറഞ്ഞില്ലേ, കിട്ടുകയാണെങ്കിൽ എന്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കണത് ഇപ്പൊ മെസ്സിക്ക് കിട്ടി. ഒന്നുകിൽ
ബ്രസീലിന് കിട്ടണം, അല്ലെങ്കിൽ പോർച്ചുഗലിന് കിട്ടണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. കാരണം കിട്ടാതെ ഫുട്ബോളിൽ നിന്ന് പടിയിറങ്ങി വലിയ ലോക രാജാക്കന്മാർ പോകുമ്പോൾ നമുക്കും സങ്കടമാണ്. അപ്പൊ എനിക്ക് ഓൽക്ക് കിട്ടിയോണ്ട് ഇങ്ങ് കിട്ടണം. ഇതേ സങ്കടം നമുക്ക് കഴിഞ്ഞ മെസ്സിനോടുണ്ട്, എനിക്ക് കിട്ടിയില്ല, മെസ്സിക്ക് കിട്ടി. അപ്പം എന്തുകൊണ്ട് ഞാൻ പറയണേ അർഹിക്കണത് നെയ്മറാന്ന് ഞാൻ പറയും. കാരണം എന്താ പറയുക, അത് വരും പറയണ്ടേ, റൊണാൾഡോ. കാരണം എന്താ പറയുക, ഇതിൽ ആരും എത്തി നോക്കാത്തൊരു കാര്യമുണ്ട്. ക്രിസ്ത്യാനോക്ക് എത്ര ബാലൻഡോർ ഉണ്ട്? 5 ലോക മികവിലുള്ള പുരസ്കാരങ്ങൾ ഒരു ഇതെല്ലാം ക്രിസ്ത്യാനോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവൻ നെയ്മറിന് കിട്ടാൻ ഞാകളുള്ള ഒരു ചാൻസ് ഇത് മാത്രമേ ഉള്ളൂ. അത് ശരിയാണ്. അത് ഇരുത്തിപ്പോ ഞങ്ങളൊന്ന് ക്രിസ്ത്യാനോ നിങ്ങളൊന്നും കൂടി അടി പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. നെയ്മറിനും കൂടി ഇത് കിട്ടില്ല. കാരണം ഓലപ്പ ഈ ബ്രസീലുകാരെ തിരിയും, ഓല് പറയേ ഞങ്ങൾക്ക് ബാലൻഡിയർ ഒന്നുമില്ല, നമുക്ക് വേൾഡ് കപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഉണ്ടോയിക്കും. ഇവിടെ 5 സ്റ്റാർ അതുണ്ട്. ആയ കാലത്ത് വാപ്പോ വലിപ്പമാര് കളിച്ചുണ്ടാക്കി 5 സ്റ്റാർ ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. എന്തേ ഞങ്ങളുടെ ടീമിനെ ലോകം അറിയാൻ തുടങ്ങിയ ക്രിസ്ത്യാനോ അല്ലേ? മേജർ ട്രോഫീസ് ഒന്നും ഇല്ലേ? അപ്പൊ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഷോപ്പിന്റെ പണി കഴിഞ്ഞ ഡീറ്റെയിൽസും അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ വൈകാതെ തരുന്നതാവും. അപ്പൊ നമ്മളൊരു ഡ്രീം പ്രൊജക്റ്റ് ആണ്, ഒരു ചെറുതിന്ന് വലുതിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. മസ്റ്റ് ആയിട്ട് എല്ലാവരും എന്തായാലും ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഫെയ്ഡ്സ് എന്നാണ് നമ്മളെ ഷോപ്പിൻ്റെ പേര്. നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ നമ്മളെ ഇല്ലയിൽ വലിയ ഷോപ്പാവും. അതുപോലെ തന്നെ നമുക്ക് അക്കാഡമി ഉണ്ടാവും, ലേഡീസ് സെക്ഷൻ ഉണ്ടാവും. നമ്മൾ മുടി വെട്ടുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്ന പരിപാടി അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ലേഡീസ് സെക്ഷന് ഇവിടെ പരിപാടികൾ, അതിൻ്റെ കാര്യങ്ങൾ ഉണ്ടാവും. ജെൻസിന് പുതിയാപ്പള സെക്ഷൻ ഉണ്ടാവും, അല്ലാത്ത സെക്ഷൻ ഉണ്ടാവും, ഗ്രൂമിങ് എല്ലാ സെക്ഷനും ഉണ്ടാവും. അപ്പൊ എന്തായാലും വെഡിങ്ങിന്റെ പരിപാടികളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ അഫിന്റെ റിസൾട്ട് ആണ്. അഫിന്റെ റിസൾട്ട് വരുന്ന ദിവസം നമ്മൾ ചെക്കന്മാരെല്ലാവരും വിളിച്ചിരിക്കും. നമ്മളിന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ജയിച്ചാലും പൊട്ടിക്കും, തോറ്റാലും പൊട്ടിക്കും. അത് ഞങ്ങൾക്ക് ആഘോഷിക്കണം. ആ കാലത്ത് നമ്മളെ റിസൾട്ട് വന്ന ടൈമിൽ ആരും ആഘോഷിക്കണ്ടായില്ല. അപ്പൊ അനിയൻകുട്ടന്മാർക്ക് ഒരു തോന്നൽ വരരുത് നമ്മൾ ആഘോഷിക്കാനില്ല. അപ്പൊ ഞങ്ങൾ പടക്കങ്ങളൊക്കെ വാങ്ങി ഓർഡർ ഇല്ല ആഘോഷിക്കാം. കാരണം എന്തായാലും ഇപ്പൊ നമ്മൾ സങ്കടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സന്തോഷിച്ചിട്ടോ കിട്ടിയ മാർക്ക് കൂടാനോ കുറയാനോ പോണില്ല. കിട്ടിയതേ കിട്ടുള്ളൂ. വെച്ചിട്ട് ഉള്ളത് വെച്ച് ഓണം പോലെ ആഘോഷിക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ചെക്കന്മാരെല്ലാവരും ഇപ്പൊ വീട്ടിലെത്തും. നമുക്ക് എന്തായാലും പോണോ വായിക്കും. ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ആഴ്ചമാത്തത് പെരുന്നാൾ കോടിയൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. പെരുന്നാൾ അടിച്ചു പൊളിക്കണ്ടേ? ഞങ്ങളൊന്നും പെരുന്നാൾ ഡ്രസ് എടുത്തിട്ടില്ല. എന്താ അറിയില്ല, ഒരു ഫീൽ ഇട്ടില്ല. നമ്മളെ മറ്റേ പേരാണെങ്കിൽ കുറച്ച് ഫീൽ കിട്ടും അല്ലേ? ഈ പെരുന്നാൾക്ക് നമ്മൾ അതിൽ വലട്ടുണ്ട്. നമുക്ക് വേറെ പരിപാടി ഒന്നുമില്ല. കോറിക്ക് ഇറങ്ങണം. പിന്നെ 16 ആളടിയാണ് അതിന്റെ ആയം. ഞങ്ങളാണ് ഇറങ്ങി നോക്കി. എന്നാ അഫിന്റെ റിസൾട്ട് വരാം കേട്ടോ. ഇന്നറിയാം അഫി വിജയിക്കോ തോൽക്കോ ജീവിതത്തില്. അതിപ്പോ 3:30 അത് അറിഞ്ഞിട്ട് പോയാ പോരെ. നിങ്ങൾക്കും ആകാം കോടീശ്വരൻ. മണിക്കുട്ടി ഓടിത്തിറങ്ങി. ജീവിതം ഒരു ലക്ഷ്യമാണോ? ഞങ്ങളൊക്കെ എന്ത് ലക്ഷ്യത്തിക്ക് നേടാനാ അതിന്റെ ഉള്ളിലേക്ക് പോകാനാണ്. അല്ല, ഞാൻ ഇന്നോട് പറഞ്ഞതാ. അങ്ങനെ ലക്ഷ്യം മതി. പക്ഷെ ആഫീഫിന് ലക്ഷ്യം വെച്ചൂടെ? ചെറിയ കുട്ടിയാണ്, ഒരു ലക്ഷ്യം വേണം. പോലീസ് പരിപാടി എന്താ അഭിപ്രായം? അല്ലെങ്കിൽ ആർമി ഇവിടെ അതിർത്തികളിൽ. പോലീസല്ലേ തല്ലൂടുന്നോ? തല്ലുപൊടി കൂടാത്തവിടേലും പിടി. അത് സിനിമയില് ഇല്ല. ആണോ? എന്നാ ക്രിക്കറ്റ് ഇട്ടാലോ എനിക്ക്? അപ്പൊ എന്റെ വയനാട് പോക്കോ? ഇച്ച് തോന്നിച്ച് കൂടുതലായി ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടപ്പം, അല്ലെങ്കിൽ എപ്പോഴോ പോയിനി. അപ്പൊ എന്തായാലും അഫിന്റെ റിസൾട്ട് അറിയാൻ പോവുകയാണ്. തന്നെ സാഡ് വിജയം ഒക്കെ ഇട്ടിരിക്കുകയാണ്. അഫീഫ് എവിടെ? കഴിഞ്ഞ +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആളാണ് ഇരിക്കണത് കേട്ടോ. ഉന്നത വിജയം നേടിയിട്ടൊന്നും കാര്യമില്ല. ഡിസ്ക് ഇവിടെ ഇരിക്കണേ. കഴിഞ്ഞ +2 ഉന്നത വിജയം നേടി. ആ ഉന്നത വിജയം ഇതെവിടുന്ന പാർസൽ ചിക്കൻ? ഒന്നുമില്ലേ, പിന്നെ പച്ചച്ചോറൊന്ന് ഞങ്ങള് കഴിച്ചതേനി. മൂപ്പരാണ്. സ്റ്റുഡിയോ ആണത്. ആണോ? മൂപ്പര് പരിചയണ്ടേ? ഈ ചുന്ന റെക്കോർഡ് ചെയ്ത്
ഇമാം മജ്ബൂർ ഓരോ സ്റ്റുഡിയോ എന്നാണ് കേട്ടോ. കണ്ടോളിയും. പിന്നെ അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യണ ഒരു ആർട്ടിസ്റ്റാണ് കേട്ടോ. സച്ച് എ ഗുഡ് ആർട്ടിസ്റ്റ് ആൻഡ് സച്ച് എ ഗുഡ് ഹ്യൂമൻ ബീങ് ഹീസ്. അനുവിന്റെ ഇൻസാനിലെ lyric ഇതാ സുഹേൽ സുൽത്താൻ. അപ്പൊ ഇതാണ് ഞാൻ പാടിയ ഇൻസാനിലെ, ഞാൻ പാടിയ കസവിനാലൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കസവിനാലെഴുതുമാ കവിതകളൊഴുകണമിഴികളുമായി. അതേപോലെ തന്നെ കനിയെ കനിയെ മുല്ലപ്പൂവിൻ ചിരിയല്ലാലും തന്നെ പതിയെ പതിയെ ഒഴുകിപ്പോകും പോലല്ലേ. അപ്പം ഇത് ഫുള്ള് പാടിയ ആളാണ്, അല്ല ഫുള്ള് എഴുതിയ ആളാണ് സുഹേൽ സുൽത്താൻ. സുഹേൽ കേട്ടോ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. സൂപ്പർ ലിറിസിസ്റ്റ് ആണ്. അപ്പോൾ ഈച്ചുവിൻ്റെ അടുത്ത പാട്ട് എഴുതാൻ പോണത് അല്ലേ? ഇക്കല്ലേ ഇതേ കൂത്തുകൂത്തൊന്ന് പറഞ്ഞെടുക്ക് ഓഡിയൻസിന്. എല്ലാരും ഒന്ന് കേൾക്കി ഒരു പാട്ടിറങ്ങിയിട്ട് പറയണില്ല. കഴിഞ്ഞ വ്ളോഗില് പറഞ്ഞതേ അടുത്ത യൂട്യൂബില്. അപ്പോൾ ഈച്ചുവിൻ്റെ ഏറ്റവും പുതിയ പാട്ട് ഇറങ്ങിയിട്ടുണ്ടോ? ഇത് മസ്റ്റായിട്ട് എല്ലാവരും കേൾക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയുള്ള വർക്കാട്ടോ. നല്ല ക്വാളിറ്റി പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി വർക്കാണ് ഈ പാട്ടിൽ ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒന്ന് കേട്ടോ നോക്കി. അലിം ഫാത്തിമ എല്ലാവരും ഉള്ളതാണ് പാട്ട് കേട്ടോ. ഇതാ ഏയ് ഇതാ അപ്പോൾ ഈ പാട്ടെല്ലാവരും ജസ്റ്റ് കേട്ടോക്കുക. അതുപോലെ തന്നെ നമ്മളെ പാട്ട് ഹംദം, അതിൻ്റെ തൊട്ട് താഴെയുള്ള ഹംദാണ് കേട്ടോ. എന്തൊരു ചൊടിക്കമ്മി. അപ്പോൾ അതാ ഹംദം എല്ലാവരും മസ്റ്റായിട്ടും പോയി പ്ലീസ് എന്തായാലും കാണും. ഈ രണ്ട് പാട്ടുകൾ പൂത്തും ഇതുപോലെ തന്നെ ഹംദം നമ്മളെ രണ്ട് പുതിയ വർക്കാണ്. ഹംദമ്മിൽ ഈ പാട്ടിനെ കുറിച്ച് എനിക്ക് പറയാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റികളെല്ലാവരും നോക്കണം. അതായത് എത്ര അടിപൊളിയായിട്ട് ഒരു സിനിമ എടുക്കുന്ന പോലെയാണ് സക്കരിയൊക്കെ. അതായത് സുഡാനി ഫർണാജിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ് ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഉള്ള വർക്കാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതിൻ്റെ മേലെ ക്വാളിറ്റി ഉള്ള വർക്കായിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടവരെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു 24 മണിക്കൂർ ആകുമ്പോഴത്തേക്കും 4 ലക്ഷം വ്യൂസിലേക്ക് പാട്ട് പോവുകയാണ്. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും പോയിട്ട് കേൾക്കുക. അതുപോലെ തന്നെ അഫി അഭിനയിച്ച ഭാഗങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇതാ ഇതിൽ അഫി കുറേ സീനുണ്ട് കേട്ടോ. അഫിൻ്റെ കൂടെ ഒരു ആർട്ടിസ്റ്റും ഉണ്ട്, നമ്മളെ ചെക്കനും ഉണ്ട്. ദാഫി അഭിനയിച്ചതാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് മസ്റ്റായിട്ടും എങ്ങനെ ഉണ്ടായിരുന്നു അഫിൻ്റെ അഭിനയം, എങ്ങനെയുണ്ട് അഫി ചെയ്തതെന്നുള്ള മസ്റ്റായിട്ടും ഇതാ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ 1600 കമൻറ്റ് ഉണ്ട്, ഒരു 2500 കമൻറ്റ് പ്ലീസ് എല്ലാവരും ആക്കി തരിക. എങ്ങനെ ഉണ്ടായിരുന്നു അഫിൻ്റെ അഭിനയം എന്നുള്ളത് പറഞ്ഞിട്ട്. അഫി ഫാൻസ് ഇൻ്റെത് ആരും പറയണമെന്ന് എനിക്കില്ല, പാടിയതോ അതോ നിങ്ങൾ കറക്റ്റ് അഭിപ്രായം. പക്ഷേ അഫിനെ നിങ്ങൾ എൻകറേജ് ചെയ്യുക. അഫി വളർന്നു വരുന്ന ആളാണ്. മസ്റ്റായിട്ടും തുണിയൊക്കെ ഊരിപ്പോയി. അപ്പോൾ അഞ്ചൻ്റെ അഭിനയം കണ്ട് തുണി ഊരിപ്പോയതാണ്. അപ്പോൾ എന്തായാലും അഫിൻ്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നുള്ള എല്ലാവരും മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, വീഡിയോ എല്ലാവരും കാണുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. പുതുമോഹങ്ങൾ മനമാകെ കടലാകെ എന്താ കെൻസോളിക് ആസിഡ് ഉണ്ട് കേട്ടോ അവിടെ. കെൻസിൻ്റെ പേര് മാറ്റി എല്ലാവരും കൂടി കെൻസോളിക് ആസിഡ്. അപ്പോൾ ദാ മക്കൾസ് ഓരോരുത്തരായിട്ട് വന്നു. എല്ലാവർക്കും ടെൻഷൻ ഉണ്ട് കേട്ടോ. എല്ലാവരും ക്രിക്കറ്റ് കളിച്ചാൽ വരുന്ന മൂടല്ല, എല്ലാവരും മൊത്തമില്ല കേട്ടോ. റിനാണേ ജയിച്ചാലും പൊട്ടും പടക്കം, തോറ്റാലും പൊട്ടും പടക്കം. ആ അത്രേ ഉള്ളൂ. എല്ലാ പ്രാവശ്യത്തും അഫീഫിന് വലിയ പ്രശ്നമൊന്നുമില്ല. ചിരിച്ച് കളിച്ച് നടക്കണ്ടല്ലോ. ടെൻഷനില്ല, കിട്ടൂല. ഓന് കഴിഞ്ഞതിൽ തന്നെ പാസ് അയക്കണ ഓൾറെഡിയാണ്. എങ്ങോട്ടിത് അതായാ മതി എനിക്ക്. 4 ചോദിക്കാം. 10ാം ക്ലാസ്സിലല്ലേ ചോദിച്ചേ? +2 3 4 ഉണ്ടായിരുന്നു. സീരിയസ്ലി എനിക്കുണ്ട് 3. എനിക്കുണ്ടായി +2 3 എനിക്കുണ്ടായിട്ടോ. എനിക്ക് 85 86 എന്തോ ശതമാനം ഒന്നോ. എനിക്ക് 7 3+ അങ്ങനെ എന്താ.
അതിനെന്താ എന്നിട്ട് ഇപ്പൊ അന്ന് പഠിച്ചതോ പിന്നെ പഠിച്ച എന്തേലും പണിയാണോ ഞാൻ ഇതൊക്കെ എടുത്തോണ്ടിരിക്കണേ? അല്ലല്ലോ, നമ്മൾ പഠിച്ചതായിട്ട് ഒരു ബന്ധമില്ലാത്ത പണികളാണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത്. ഏകാന്തതയുടെ അപാര തീരം. ഞാൻ വെയിറ്റ് ചെയ്യണം സുറും വെബ്സൈറ്റ് ഓൺ ആവാൻ, എന്നിട്ട് വേണം എല്ലാം ചമക്കി വിടാൻ. അപ്പൊ സുഹൃത്തുക്കളെ, എടാ സിദിനോടാ സിദിനോ ആ ടി വിയിൽ ഇട്ടാ മതി അല്ലേ? സിദിനു സൗദു സുഹൃത്തുക്കളെ ഇപ്പൊ റിസൾട്ട് അറിയാൻ പോവുകയാണ്. അപ്പം മുൻ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഈച്ചാപ്പി അവർകളെ ക്ഷണിക്കുന്നു. 2 വാക്ക് സംസാരിക്കാന് സിമ്പിൾ. അത് ഇന്ത്യയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോ ഞാൻ വരപ്പോ സല്യൂട്ട് ചെയ്യട്ടോ. എന്താ കാരണം മനസ്സിലായി അപ്പോഴാണ് ഓന്റെ ആ ഒരു പണി നമുക്ക് മനസ്സിലാവണത്. പ്ലസ് ടുവില് നമുക്ക് മാർക്ക് ഉണ്ട് ഭായി. അല്ല ഉണ്ട് സല്യൂട്ട് അല്ല എന്റെ മാർക്കിന്റെ അല്ല, ഞാൻ പ്ലസ് 1 പോയിട്ടേ അല്ല. ഫുൾ പരിപാടിയും ഇതായിട്ട് സെന്റ് ഓഫിന് വരെ സ്കൂളിൽ പോയിട്ടില്ല. സയൻസ് ബാസിൽ ഇതിലെ നീറ്റിന് പോയതല്ലേനോ? ബാസിലെ ഇവിടെ ഒന്ന് എന്റെ സ്റ്റോറി പറഞ്ഞ നീറ്റ് ഡ്രോപ്പ് ചെയ്തേ. ഫുൾ എ പ്ലസ് ഒന്നല്ല, ആണ് നീറ്റ് ഡ്രോപ്പ് ചെയ്താണ് ബാസില്. കൈയായിട്ട് ഡ്രോപ്പ് ചെയ്തു. ബാസില് നീറ്റ് എഴുതി നോക്കി. നീറ്റ് എഴുതിയപ്പോ തന്നെ ബാസില് മനസ്സിലായി ഇത് എന്തായാലും ഡ്രോപ്പ് ചെയ്യാം, അത് എഴുതിയാണ്ട് എന്തായാലും കഴിച്ചില്ലാവില്ല. അങ്ങനെ ഡ്രോപ്പ് ചെയ്തു, അവിടെ ഇട്ടു. ആ പെന്നും പേപ്പറൊക്കെ ബാസിൽ എന്ത് ചെയ്തു അവിടുത്തെ ചവിട്ടിക്കൊട്ടി തന്നെ ഇട്ടു. അങ്ങനെ ഡ്രോപ്പ് ചെയ്തു. ആ മേഖല ഇഷ്ടത്തിന് നമ്മൾ അതിന് നിന്നതേ അല്ല. അല്ലാതെ പഠിച്ച് കയറാൻ വെക്കായിട്ടല്ല. ഞാനും പറയും എനിക്ക് ഈ മെഡിസിൻ ഫീൽഡ് ഇഷ്ടമല്ല. അപ്പൊ എന്താ പഠിച്ച് കയറാൻ വെക്കൂല, അതുകൊണ്ടാണ്. അതിനൊക്കെ അസറു ഡോക്ടർ അസറുദ്ദീൻ തുപ്പിനിക്കാടൻ പഠിച്ച് ജയിച്ചു. പാന്റ് നിർണയം അത് ട്രെൻഡാണല്ലോ പാന്റ്. വന്നോ? കിട്ടി വിദ്യാഭ്യാസ മന്ത്രി ഇരുന്നിട്ടുണ്ടാവുമല്ലോ. വിദ്യാഭ്യാസ മന്ത്രിയാണ്. അന്റെ മാർക്ക് ഫുള്ള് കുറക്കാൻ ആഹ്വാനം ചെയ്യണം. വിദ്യാഭ്യാസ മന്ത്രിന്റെ ഫസ്റ്റ് റിസൾട്ട് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് റിസൾട്ട് ആയിട്ട് ബാക്കി എന്റെ വിവരങ്ങളും വിശേഷങ്ങളും കാണാം. അപ്പൊ ഈ ഒരു ടൈം കൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് പൂത്തും ഹംദമും കാണുക. എന്നിട്ട് എന്തായാലും മസ്റ്റായിട്ട് കമന്റ് ചെയ്യാം. അപ്പൊ സുഹൃത്തുക്കളെ, ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്ലസ് 2 റിസൾട്ടാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇതാ അഫീഫ്, ഫർസാൻ, റിനാൻ അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. 2 കള്ളന്മാർ ഇവിടെ എത്തിയിട്ടില്ല, സൗദും സിദിനും കേട്ടോ. ഓല് റിസൾട്ട് നോക്കാം. ഇറങ്ങിയില്ലല്ലോ, ഇറങ്ങിയിട്ടുണ്ടോ? അപ്പൊ 3 ആള് വരുന്നുണ്ട്. 3 ആള് ഗേറ്റിംഗ് റിസൾട്ട് നോക്കി നിൽക്കുകയാണ്. എന്തായാലും അസറാണ് നമ്മളെ പ്രിൻസിപ്പൽ. ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി എത്ര ചാട തസ്ബിഹല്ലേ, അതൊക്കെ ആദ്യം ചൊല്ലണ്ടി. ഇപ്പഴോ 2008 ഞങ്ങൾ പറഞ്ഞു നോക്കിയോ? ഒരാള് ജയിച്ചു അവിടുന്ന് കറങ്ങി ചാടി. അല്ല അയിമന്നല്ല, ആ മതിൽ ചാടി. വിദ്യാഭ്യാസ മന്ത്രി തെരഞ്ഞെടുത്ത് കുറച്ച് ഞാൻ എലിജിബിലിറ്റി തന്നെയല്ലേ. ഒരു A+, ഒരു A, ഒരു B+, ഒരു B. അല്ല അത് A+ എങ്ങനെയാന്ന് പറഞ്ഞു തന്നതാ. A+ ഇങ്ങനെ, A ഇവിടെ, B+. അനക്ക് C+, C
ജയിച്ചിക്കണേ അത്രേ ഉള്ളൂ ഇല്ല ആടാ ഇത് ഇതല്ല എടാ ഇത് അനക്കിട്ട് റേഞ്ചാണ് അത് അനക്കിട്ട് മാർക്കല്ല ഇത്ര മാർക്ക് മുതൽ ഇത്ര മാർക്ക് ഇതാണ് എന്റെ മാർക്ക് കണ്ടോ ഇതില് ഗ്രേഡ് ഇല്ലല്ലോ അതില് മാർക്കിന്റെ ഗ്രേഡ് ലാസ്റ്റ് ഉണ്ടാവും കണ്ടോ ഇതാണ് എന്റെ ഗ്രേഡ് ആ എ ബി പ്ലസ് എ പ്ലസ് ബി ബി പ്ലസ് ഓ ജയിച്ചില്ലേ അത് മതി അതല്ല മാർക്കുണ്ട് ഇനി അടുത്താളാ അടുത്താള് എവിടെ ഒരു RX-ന്റെ സൗണ്ട് ഉറപ്പിച്ചില്ല വരവാണ് ആ ഓലിങ്ങനെ ഹലോ ഷാന ഓനെ വിളി ഫർസ് അങ്ങോട്ട് അയ്യോ 23 ആയില്ലേ വരിക്ക് ഇവിടെ സൗദിന്റെ ഞാനാ ചെക്കിങ് പിന്നെ എങ്ങനെ ലിപുവിന്റെ ഇട്ടേ സെറ്റ് ചെയ്ത് തരാം ഓന്റെ ഞാൻ നോക്കിയതാ ഓന്റെ ചോക്കിയതാ ഓക്കെ നേരത്തെ നിങ്ങളൊക്കെ എങ്ങോട്ടാ പോയണേ സൗദിന്റെ റിസൾട്ട് അടുത്ത് പിന്നെ ഓലോടെ കുറെ നേരം ഫസ്റ്റ് ബി പ്ലസ് നല്ല മാർക്ക് ഉണ്ട് കേട്ടോ നല്ല മാർക്ക് ജയിച്ചോലോടെ പോയി സെലിബ്രേറ്റ് ചെയ്യണം അവിടെ പോയി സെലിബ്രേറ്റ് എന്തൊരു സെലിബ്രേഷൻ ഇല്ലല്ല അവിടെ പോയി വേഗം സെലിബ്രേറ്റ് ചെയ്യും അല്ല ഇത് കുറക്കും റോൾ നമ്പർ മൂടും കണ്ടല്ലേ ബ്ലോഗിന്റെ എടാ ഇങ്ങോട്ട് ആശ്രയിച്ച് ഇങ്ങോട്ട് കുറച്ച് മുന്നിക്കുന്ന ഇങ്ങോട്ട് പൈസ എന്നിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കി എന്നാ പറയും കിട്ടുണ്ടോ പുറത്തുനിന്ന് നോക്കിട്ടോ വെച്ചിട്ടുള്ളൂ എന്തൊക്കെ അറിയണേ അപ്പൊ അടുത്ത സുഹൃത്തുക്കളെ അസർ നോക്കുന്നു ഫർസാൻ ടീന്റെ റിസൾട്ട് തല മാറ്റി ഞങ്ങൾ ആദ്യം നോക്കും എലിജിബിൾ ആണോ നോക്കട്ടെ നോക്കട്ടെ പോയോ അവസാനിച്ചോ ചെയ്തോ ഓ നല്ല മാർക്ക് ബി മാർക്ക് ഉണ്ട് നിങ്ങളെല്ലാരും അത്യാവശ്യം പഠിച്ചിക്കണേ എടാ 190 150 110 70 അത്യാവശ്യം മാർക്ക് ഉണ്ട് കേട്ടോ മാർക്കുണ്ട് നമ്മളൊക്കെ ആകെ മാറ്റിയെടുത്ത മാർക്ക് ബാസിലൊക്കെ ഫുൾ എ പ്ലസ് അല്ലേ അത്യാവശ്യം എല്ലാരും കുട്ടികളെല്ലാരും സ്കോർ കൊണ്ടേ 25 അപ്പൊ അടുത്ത ജിതിൻ വന്നിക്കണേ ജിതേഷ് ഇങ്ങോട്ട് പാടാ അറിയണ്ടോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ജയിപ്പിക്കും ബ്ലോഗിലെങ്കിലും ഞാൻ ജയിച്ചു പിന്നെ ജയിച്ചൂല കാണാത്ത ടെൻഷനിലാണ് നിക്കണ കേട്ടോ കൈ എന്തിനാ വർക്കുണ്ട് മുത്തിന് ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കൊടുത്താൽ മതി രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുത്തിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് അറിയിച്ചു പോലെ നോക്കട്ടെ ഡേറ്റ് ഓഫ് ബർത്ത് 9/7/2007 ഫാദർ നെയിം മൻസൂർ മദർ നെയിം മദർ നെയിം സുൽഫത്ത് ഗ്രൂപ്പ് നെയിം സയൻസ് ഗ്രേസ് മറ്റേ ഓള് വൈഫ് നെയിം എടാ ഇക്ക് പെരുമാർക്കുണ്ട് കേട്ടോ അഭിനയിച്ചിരുന്നവിടെ ഒറ്റ സീക്ക് പോയിട്ടില്ല ഏലും ബിയിലും മാത്രം മാർക്ക്
അല്ല വന്ന അഭിനയം അഭിനയ ചെയ്തിനെ എന്താ പറയാ അപ്പൊ സീലേക്ക് കടന്നിട്ടേ കേട്ടോ വൻ റിസൾട്ട് ഇല്ല ലിബുന്റെ നോക്കിയതാണ് ഞാൻ എന്തായാലും സീക്ക് പോയി കാണും ലിബു എന്റെ കൂടി പറയാം എന്റെ അടി ഞാൻ കൂടെ നോക്കാം എന്റെ നോക്കിക്കണം എന്തായാലും നിങ്ങളൊക്കെ ചെലവാട്ടോ എല്ലാരും വാങ്ങി നിങ്ങളെ കേട്ടോ അല്ല എന്റെ വക എന്തായാലും കിട്ടും എല്ലാ പ്രാവശ്യം കിട്ടും അല്ല ഇപ്പൊ എണ്ണ ചെലവന്നെയല്ലേ എല്ലാം ഞാൻ തന്നെ എടുക്കല് ഫുൾ എ പ്ലസിന്റെ ഒരാൾ ഇവിടെ വെയിറ്റ് അപ്പൊ ലിബു നോക്കണ്ടോ ഒക്കെ എലിജിബിലിറ്റി അല്ലേ ഞാൻ എലിജിബിലിറ്റി അല്ലേ ചെക്കൻ ജയിച്ചിക്കണ് ലിയാവുദ്ദീൻ എലിജിബിൾ ആണ് B+, എല്ലാത്തിനും മാർക്ക് ഉണ്ട് 150 100 150 113 ഒക്കെ നേടിയിട്ടുണ്ട് 13 മാർക്ക് ഉണ്ട് സി മാർക്ക് ഉണ്ട് നമുക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട് പക്ഷെ എന്നാലും മാർക്ക് അവാർഡ് ഓൽക്കൊന്നുമില്ലല്ലേ നോക്കാൻ പോണുള്ളൂ ആരൊക്കെ ഗ്രേസ് മാർക്ക് ഇല്ലല്ലേ ശരിക്കും ഗ്രേസ് മാർക്ക് ഒക്കെ ഒരു ഐഡിയ അല്ലേ ശരിക്കും കിട്ടിയ നല്ലതല്ലേ മനസ്സിലായി ആ എന്നെ ഗ്രേസ് മാർക്ക് എല്ലാം കൊണ്ട് എടാ എനിക്ക് എത്ര ഉണ്ട് 10ാം ക്ലാസ്സിൽ ഗ്രേസ് മാർക്ക് 75 മാർക്ക് എന്തോ ഞാൻ നാഷണൽ ചെയ്താ 75 68 എന്തോ ഉണ്ട് ഏറ്റവും കൂടുതൽ ഗ്രേസ് മാർക്ക് കിട്ടുക അതിനാ അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ എല്ലാരും സൈലന്റ് മിക്കി പൊട്ടിട്ടോ അതിന്റെ മുന്നേ മിക്കിനോട് ചോദ്യം ചോദിച്ചാലോ എക്സാമിനേഷൻസിന്റെ സ്പെല്ലിംഗ് പറയും മിക്ക എക്സാമിനേഷന്റെ സ്പെല്ലിംഗ് ഒരു വർക്ക് വന്നു പോവാണ് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് ഹഫീഫ് എ ഡേറ്റ് ഓഫ് ബർത്ത് ഫാദർ നെയിം സിദ്ദീഖ് ഹസൻ മദർ നെയിം നുസ്രത്ത് ബീവി ഗ്രൂപ്പ് നെയിം സയൻസ് ഗ്രേസ് അവാർഡ് ജയിച്ചു മാർക്കിന്റെ B+, ഒരു B+. 2 A+, 2 B+. അല്ല എത്ര പെർസെന്റേജ് ഉണ്ടപ്പോ മാർക്ക് വെച്ച് നോക്കണം പക്ഷെ എല്ലാരും സ്കോർ ചെയ്തു ചെക്കന്മാരെല്ലാരും വിജയിച്ചു അപ്പൊ വിജയപാതയിലാണ് നമ്മളെ ചെക്കന്മാരെല്ലാരും റിനാനാണെങ്കിലും ഫർസാൻ ആണെങ്കിലും സൗദ ആണെങ്കിലും സിദിനാണെങ്കിലും അഫി ആണെങ്കിലും ലിയാവുദ്ദീൻ ആണെങ്കിലും എല്ലാരും വിജയിച്ചിരിക്കുകയാണ് അപ്പൊ അപ്പൊ ഭാവി തെരഞ്ഞെടുക്കാൻ ഒരുങ്ങാണ് കുട്ടികൾ ഇനി എവിടേക്ക് പോകണം എന്ത് ചെയ്യണം എന്നുള്ളത് അത് തെരഞ്ഞെടുത്തോ ഇനി തപ്പിക്കോളിട്ടോ റിനാന്റെ +1 നോക്കി അതിൽ ചോദിച്ചു ആ +2 നോക്കിക്കാ ഇല്ല അത് +1 നോക്കി അല്ല ചങ്ങായി ഇത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എന്താ അറിയോ ഇനി വരാൻ പോണ ഇയറിൻ്റെത് അത് ഇതില് മാർക്ക് കൊടുത്തിട്ടില്ല ഇല്ലെങ്കിൽ അത് മതി എലിജിബിലിറ്റി ഇല്ല ഇത് മൊത്തം 1200 വരും 1200 988 എനിക്ക് 92%. അഫീഫിന്റെ ശതമാനം കുട്ടിക്ക് ആരാ മക്കളില് അടിപൊളി ആരാ നോക്കണം ഞാൻ അടിപോയി അതൊന്നും ഓൺ ചെയ്യാൻ അറിയില്ല എങ്ങനെ കിട്ടിയ മാർക്ക് മൊത്തം എത്ര ഈ സാധനം ഉണ്ടല്ലോ സ്ക്രീൻഷോട്ട് എടുത്താണ് ചാറ്റ് ജിപിടി ഇടാ ഹൗ മച്ച് പെർസെന്റേജ് അടിച്ചാൽ മതി അതിലോട്ട് വരും അതിലാണ് വരും എനിക്കുള്ള അങ്ങനെ കിട്ടും ചാറ്റ് ജിപിടിയോ കിട്ടിയ മാർക്ക് ഓരോ വിഷയത്തിനും കിട്ടിയ മാർക്ക് മൊത്തം കൂട്ടാ അതേ ബൈ 1200 മിക്കിന്റെ PGന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടോ നോക്കണ്ടോ മിക്കി കോളിലാണ് നേരെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് വിളിച്ചിട്ടുണ്ടോ ജയിച്ചിക്കണോ എല്ലാം ചെക്ക് ചെയ്യണം മിക്കി PG എന്തായി PGന്റെ ഫുൾ ഫോം എന്താ പെയിൻ ഗസ്റ്റ്
എങ്ങനെ മോളെ ഏത് മോള് ഒരു മോളും ഇല്ലേ മിക്കിന്റെ ലൈന് +2 ആണ് അപ്പോൾ റിസൾട്ട് എടുക്കണം ഇപ്പൊ ലാസ്റ്റ് ചെയ്ത കോൾ നോക്കട്ടെ ലാസ്റ്റ് അപ്പൊ ദാ ബ്രാച്ചുകൾ സഖ്യം ദാ ഒരുങ്ങുകയാണ്. അപ്പൊ ഇതിന്റെ അസറിന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ടോ. ഇതൊരു ലോക്ക് അത് ഇത് എഡിറ്റ് ചെയ്യാൻ കുറെ ടൈം എടുക്കും പറഞ്ഞു. ഫിനിഷിംഗ് ആയില്ല. ബ്രാച്ചുകൾ സഖ്യത്തിന്റെ ഫ്ലക്സ് ഒരുങ്ങി കഴിഞ്ഞു. 2 പേരിൽ ആരെടുത്താലും സന്തോഷം. ഓ ബ്രാച്ചുകൾ ഇതാ സംയുക്ത സാമ്പാർ മുന്നണി ബ്രാച്ചുകൾ ഇതാ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ ഫ്ലക്സ് മയിലാടി പാലത്തിനോടെ തൂക്കല്ലാണ് കേട്ടോ. 2 പേരിൽ ആരെടുത്താലും സന്തോഷം. ടിവിക്ക് ഇതാ ഇതില് പ്ലേയേഴ്സിൽ ആരുള്ളോക്ക് ആ വിറ്റീനന്റെ അപ്പുറത്ത് ആരോക്ക് വിറ്റിന റൂബൻ ഡിയാസ് ബെർണാഡോ സിൽവ ബ്രൂണന്റെ കടയിൽ ഇതാ ഒരു പ്ലെയർ കേട്ടോ. അസർ കൊടുത്തിട്ടില്ല. അതാ ബ്രസീലിൽ ഇതാ വിനീഷ്യസിന്റെയും റഫീഞ്ഞന്റെ കടയിൽ ഇതാ ഒരു പ്ലെയർ. ഇതൊക്കെ ഏതാ പ്ലെയർ? ഇതൊക്കെ ആരാ? ഇല്ലാത്ത പ്ലെയേഴ്സിനൊക്കെ അതിൽ വന്നിട്ടുണ്ടോ? കൊടുത്ത പ്ലെയർ അല്ലല്ലോ. ബ്രാച്ചുകൾ സഖ്യം സംയുക്ത സാമ്പാർ മുന്നണി ഈ വേൾഡ് കപ്പിനെ എതിരേറ്റുകൊണ്ട് അർജന്റീനയെ തുരത്തിലാക്കി അടിക്കാൻ ഇതാ സംയുക്ത സാമ്പാർ മുന്നണി പോർച്ചുഗൽ ബ്രസീൽ സഖ്യം ബ്രാച്ചുകൾ സഖ്യം നിങ്ങൾക്ക് മുന്നിൽ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാ ബ്രാച്ചുകൾ സഖ്യത്തിന്റെ നേതാക്കന്മാർ അവിടെ നിൽക്കുന്നു. അങ്ങനെ സാമ്പാർ മുന്നണിന്നല്ല, നമ്മളൊരു സൗഹൃദത്തിന്റെ പുറത്ത് നമ്മളെ ചെയ്തു. നിങ്ങൾ സാമ്പാർ മുന്നണിയാണെന്ന് ലോകം മൊത്തം അറിയാതെ. അപ്പൊ മെസ്സിക്ക് കപ്പ് കൂടി കിട്ടിയ സ്ഥിതിക്ക് വൻ സാമ്പാർ മുന്നണിയാണ്. സാമ്പാർ മുന്നണി ഇക്കൊല്ലം വൻ ശക്തമാണ്. ഓ ആനക്കോ ചത്താലും മെസ്സി ഒന്നും കഴിച്ചില്ലാണെന്ന് കരുതുന്ന ആളല്ലേ. മെസ്സിനോട് നമുക്ക് ഒരു പ്രശ്നമില്ല. ഫാൻസിനെ ആലോചിച്ചപ്പോഴാണ് ആൾക്കാരെന്തെങ്കിലും പറ വിചാരിച്ചു മറച്ചൊക്കെ ഇല്ലടാ. ലാസ്റ്റ് മെസ്സിനെ കിട്ടണം ഒരു ആഗ്രഹം. മെസ്സിനെ കിട്ടണം. മെസ്സിക്ക് ബാസിനന്ന് മുട്ടം എഴുതിട്ട് അല്ല ഇന്ന് ഇക്കൊല്ലം പോർച്ചുഗലും ഒക്കെ ഔട്ട് ആവണം നോക്കിക്കോ. അർജന്റീന ക്വാർട്ടറിൽ സെമിയിലൊക്കെ എത്തി. അർജന്റീന രണ്ടാമത്തെ നാട്ടിൽ കിട്ടണമെന്നുണ്ടായി. പക്ഷെ ഒരു വട്ടം അതും എപ്പോഴാ തീരുമാനിച്ചോ? വിസിൽ വിളിക്കണതിന്റെ ഒരു 2 മിനിറ്റ് മുന്നേ മനസ്സിലുറപ്പിച്ചു മെസ്സിക്ക് കിട്ടിയാൽ മതി. ശേഷം അത് അംഗീകരിച്ചൊക്കെയാണ്. മെസ്സിക്ക് കിട്ടണേന്ന്. മെസ്സിക്ക് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ആ എംബാപ്പെ ചാൻസ് ഒക്കെ കൊള്ളാക്കിയപ്പോഴൊക്കെ അത്രയും കാലം പോർച്ചുഗൽ സപ്പോർട്ട് ചെയ്തേ. മെസ്സിനെ കപ്പടിച്ചപ്പോഴേ കോൺസിലോസ് ഫെലിനിയാസോസ് മെസ്സി അങ്ങനെ ഫൈനലി മൈ ബോയ് എന്നൊക്കെ പറഞ്ഞു. ഏതൊരു എന്നിട്ടേ ബാസിൽ അടിയിൽ ഏതൊരു ഫുട്ബോൾ പ്രേമിയും മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹിച്ചത് ബാസിൽ എങ്ങനെ ടൈപ്പ് ചെയ്തറിയോ? ഞാനൊരു കാര്യം പറയട്ടെ, ഞാനും നോട്ട് ചെയ്ത് വെച്ചിരിക്കും എല്ലാവരും. ഓ ചാടിക്കാൻ പോവാ. അതിന് 6 മണിക്ക് ആരുണ്ട് കാത്തിരിപ്പിന് വിരാമം നട്ടിരുന്നത്.
അതോലെ ഊക്കിയതാണ് ഞാന് എത്ര കാലത്ത് കാത്തിരിപ്പ് അസർ എന്താട്ടറിയോ എന്റെ നെയ്മറിന്റെ പ്രിയ സുഹൃത്തിന് കപ്പ് കിട്ടുന്നതിൽ എനിക്കും സന്തോഷം. ആ ഇത് വല്ലതാക്കട്ടോ. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് 2 തോണിയാ. ഇപ്പുറത്ത് കിട്ടാ പോർച്ചുഗലുകാർ ഞങ്ങളപ്പം നിൽക്കും, ഇപ്പുറത്ത് കിട്ടാ അർജന്റീനക്കാർ ഞങ്ങളപ്പം നിൽക്കും. കാരണം എന്താ, ഞങ്ങൾ ബ്രസീലാ നിൽക്കും. കാരണം എന്താ മെസ്സി വല്ലൊക്കെ നിൽക്കും. നിങ്ങൾ കമന്റ് ഇടുക അർജന്റീനക്കാർ ബ്രസീലിന്റെ കൊല്ലുക എന്നുള്ളത്. ഈ പോർച്ചുഗലുകാർക്ക് എന്താ എന്ന കാലിൽ സൗഹൃദമായിട്ട് പോകൂല കേട്ടോ മാസം. ഇപ്പൊ തന്നെ തന്റെ പ്രിയതമയുടെ റിസൾട്ട് എന്തായെന്നുള്ള ടെൻഷനിൽ ആവശ്യമില്ലാതെ എല്ലാത്തിനും ചിരിച്ച് തള്ളി കൊടുക്കുന്ന ഇപ്പൊ എന്തോലും പറഞ്ഞു ചിരിച്ചാന് ഓലെന്താ പറഞ്ഞു ചിരിച്ചല്ലോ. മിക്ക അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ. ആ അതിന് മാറ്റല്ലാന്ന് പറഞ്ഞത്. ഞാൻ കൊച്ചി പോയി 10 കളി ഉണ്ടാവാന്ന് പറഞ്ഞത് മിക്കി. അല്ലെങ്കിൽ ഫിഫ മഞ്ചേരി ചെറിയ മകതപ്പ പൊട്ടിച്ചും ഇപ്പൊ പൊട്ടിച്ചും. ആ പാസായി ഉറപ്പായിട്ടും. എങ്ങനെ മാർക്കുണ്ട് നല്ല മാർക്കുണ്ട്. ഓക്കെ രമാക്ക. അപ്പൊ സുഹൃത്തുക്കളെ നല്ല മാർക്ക് കിട്ടി, ചെക്കന്മാർക്ക് നല്ല മാർക്ക് കിട്ടി. പാസ്സായിന്നറിയാം. ബാക്കി നല്ലൊരു കൊതുകുണ്ടായി. 2 A+, 2 B+. It's good, it's fine. ഞാൻ അയച്ചരാ. എന്ത് വിരോധം? ഇല്ല, നോ പ്രോബ്ലംസ് അറ്റ് ഓൾ. ആയിക്കോട്ടെ. അപ്പൊ എനിക്ക് എന്റെ എല്ലാ സ്റ്റുഡൻസിനോടും എനിക്ക് പറയാണ്ട് കേട്ടാ. ബാ എൻ്റെ എല്ലാ കുട്ടികളോടും എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം +2 പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന ടൈമാണ്. എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ച ടൈമാണ്. സ്റ്റുഡൻസ് എല്ലാവരും നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തൊരു മൊമെൻറ്റിലാണ് ഇരിക്കണമെന്ന് അറിയാം. അതിൽ ആഗ്രഹിച്ച റിസൾട്ട് കിട്ടിയവരുണ്ടാവും, എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ കിട്ടിയവരുണ്ടാവും, എക്സ്പെക്ട് ചെയ്തത് കിട്ടാത്ത ആൾക്കാരുണ്ടാവും, പലതരത്തിലുള്ള സ്റ്റുഡൻസ് അതിലുണ്ടാവും. സോ ഒരുപാട് ആൾക്കാർ നിങ്ങളോട് പറയും ജീവിതത്തിൻ്റെ വഴിത്തിരിവാണ്. സംഭവം ശരിയാണ്, ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. എല്ലാം ഒരു ടേണിംഗ് പോയിന്റ്സ് തന്നെയാണ്. അപ്പോൾ കുറഞ്ഞ മാർക്ക് കിട്ടിയവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും സങ്കടപ്പെടാതിരിക്കുക. കാരണം കുറഞ്ഞ മാർക്ക് കിട്ടിയവരാണ് ഞാൻ ഇപ്പോൾ ഇവിടെ അടുത്ത് കാണിച്ചു തരാം. ഇപ്പം നല്ല രീതിയിൽ വർക്ക് എടുത്ത് എല്ലാ ആഴ്ചയിലും നല്ല രീതിയിൽ കാറും കുടുംബം സ്വന്തമായി വീടും വെച്ചിട്ട് ലക്ഷങ്ങളെ ക്യാമറയും കൊണ്ട് ജീവിച്ച് പോണേ ജിമ്മിനെ പറയുകയാണെങ്കിലും ജിമ്മിക്ക് കുറഞ്ഞ മാർക്കായിരുന്നു. ഇനി എൻ്റെ അവസ്ഥ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ച സാധനം ഒന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ യൂസ് ചെയ്യണില്ല. അതൊന്നും ഇല്ലെങ്കിലും ഞാൻ ജീവിച്ചു പോകുന്നുണ്ട്. എനിക്ക് കുറഞ്ഞ മാർക്കായിരുന്നു. ബാസിൽ ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി ആണ്. ബാസിലും കുറഞ്ഞ മാർക്കായിരുന്നു. പക്ഷേ അസറും കുറഞ്ഞ മാർക്കിൽ സയൻസിൽ പാസ്സായിട്ട് പിന്നീട് MBBS നേടിയെടുത്ത ആളാണ്. ലൈക്ക് പുറത്ത് പോയി പഠിച്ചിട്ട് ഇതാ എനിക്ക് കുറഞ്ഞ മാർക്കല്ല. മാർക്ക് എടുത്തു എന്റെ PG ഞാൻ പറഞ്ഞു. എനിക്ക് 85 എന്തോ. പക്ഷെ കേട്ടിട്ട് നമ്മൾ എത്ര അടിച്ചറിയോ? 99. ആവശ്യം വരുമ്പോ പഠിക്കും. അതായത് നിലനിൽപ്പിന് ബാധിക്കണേ പഠിക്കും. അല്ല, എന്റെ പോളിസി എങ്ങനെ വെച്ചാല് ദേഷ്യം വന്നാ പഠിക്കും. ഞാൻ ദേഷ്യമല്ല, പഠിത്തേ അല്ല, തോൽക്കും. ഞാൻ അതല്ല +1 തോറ്റിലാണ്. +1 എക്കണോമിക്സ് തോറ്റാളാണ് ഞാൻ. അതുണ്ട് കേട്ടോ. ഞാൻ +1 എക്കണോമിക്സ് പരീക്ഷയിൽ പൊട്ടി പഞ്ചറായ ആളാണ്. അവിടുന്നാണ് ഞാൻ പിന്നെ മറ്റേ എന്തായാലും പറയാ എന്തോ ഒരു പേരുണ്ടല്ലോ, ഇമ്പ്രൂവ്മെന്റ് എക്സാം ഒക്കെ പഠിച്ചിട്ട് നമ്മൾ കയറി വന്നത്. അപ്പം എനിക്ക് സ്റ്റുഡൻസിനോട് പറയേണ്ടത് വെറീഡ് ആവണ്ട. ഇത് നിങ്ങളെ ഭാവി ഡിസൈഡ് ചെയ്യുക. ഇനി നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് ആവും. അപ്പോൾ കറക്റ്റ് ഡിസിഷൻസ് എടുക്കുക. അതായത് ഇനി ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ ഡിസിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത് ഞാൻ പറഞ്ഞ നിങ്ങളെ മോട്ടറാക്കൂല. അതായത് നിങ്ങൾക്ക് കുറേ അവസരങ്ങളുണ്ട്. ഇല്ല, ഓരോ ടൈമും ലിമിറ്റഡ് ആണ്. ഓരോ ടൈമും അതായത് നിങ്ങൾ ആദ്യത്തെ കൊല്ലത്തിൽ എടുക്കുന്ന ഡിസിഷൻ തന്നെ മാക്സിമം അത് നിങ്ങളെ കരിയർ ആക്കാൻ തന്നെ നോക്കുക. കാരണം 2-3 കൊല്ലം ഓരോ കോഴ്സ് പഠിച്ച് പിന്നെ ഡ്രോപ്പ് ചെയ്താലൊക്കെ നിങ്ങൾ ഇയേഴ്സ് വെറുതെ നഷ്ടപ്പെടുകയാണ്. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിലേക്ക് പോവാതെ നോക്കിയെടുക്കുക. എന്തായാലും എടുക്കുന്നത് കറക്റ്റ് നോക്കിയെടുക്കുക. ചെറിയ കുട്ടികളെ മത്സര പരീക്ഷയാണ്. അപ്പൊ അതിലും ഇതേമാതിരി കിട്ടാത്ത കുറെ കുട്ടികളൊക്കെ ഉണ്ട്, സങ്കടപ്പെടുന്നൊക്കെ. അപ്പൊ ഓരോടും എന്ത് ചെയ്യാ, അത് പറയാം. ഉചിതമായ തീരുമാനം എടുക്കുക. എല്ലാ മക്കളും മത്സര പരീക്ഷകളിൽ സങ്കടപ്പെടാതിരിക്കുക. ഇനി അവസരങ്ങൾ ഒരുപാട് വരും. വേൾഡ് കപ്പ് പോയ ക്രിസ്ത്യാനോക്ക് ഉണ്ടോ സങ്കടം? അല്ല,
ഓരോരുത്തർക്ക് ഓരോ മേഖലയിലുള്ളവർക്ക് ഇപ്പൊ ക്രിസ്ത്യാനോനെ സംബന്ധിച്ച് അതാണ് വലിയ സങ്കടം. സത്യം. ഓരോരുത്തർക്കും ഓരോ സങ്കടം ഉണ്ടാവും. എല്ലാം തേഞ്ഞിക്കണ ആരുമില്ല. നമ്മക്കൊണ്ട് സങ്കടം പറയാൻ പറ്റില്ല. അപ്പോ അത് നിങ്ങൾ ആ ഒരു സ്പിരിറ്റിൽ കാണാം. എക്സാം തോറ്റാലും അത് എഴുതിയെടുക്കാൻ ഇനി അവസരമുണ്ട്. അത് എഴുതിയെടുക്കുക, പാസ്സാവുക. നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടായെന്ന് നോക്കുള്ള ആൾക്കാർ അല്ലേ? അല്ല അപ്പൊ അതിന് കുറെ എല്ലാവരും ടെൻഷൻ ആവണ്ട. എല്ലാം നമ്മളെ കുട്ടികളാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഭാവി അടിപൊളിയാവും. നല്ലൊരു ഡിസിഷൻ എടുക്കുക മക്കളെ. അതായത് പ്ലസ് ടു വരെ നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ തന്നെ ഡിസിഷൻസ് എടുക്കണം. എന്തൊക്കെയാണ് പോകേണ്ടത്, ഏത് ഫീൽഡിലാണ് പഠിക്കേണ്ടത്, ഏത് ഫീൽഡിലാണ് കരിയർ ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ എടുക്കേണ്ട ഡിസിഷൻസ് ആണ്. സോ ആ ഡിസിഷൻസ് സ്ട്രോങ് ആയിട്ട് എന്റെ മക്കളെല്ലാവരും എടുക്കുക. മാർക്ക് കുറഞ്ഞ കുട്ടികളെ അതിന്റെ കൂടെ കുട്ടികളെ പേരൻസ് ഒന്നും പറയരുത്, ചീത്ത ഒന്നും പറയരുത്. കാരണം ഇന്നൊന്നും എന്റെ വാപ്പ ആ പരിപാടിക്ക് നിന്നിട്ടില്ല. എന്റെ വാപ്പയും ഇമ്മയും ഓല് പറയുമ്പോൾ ടീച്ചേഴ്സാണ് കൂടുതൽ കമ്പയർ ചെയ്യേണ്ട ആൾക്കാരാണ്. വേറെയുള്ള ടീച്ചേഴ്സിന്റെ മക്കളായിട്ട് കമ്പയർ ചെയ്യണം. പല പരിപാടികളും എടുക്കണം. ഇതൊന്നും ഇപ്പം എടുത്തില്ല. ഇപ്പൊക്കെ പറഞ്ഞാൽ ഓക്കെ അത്ര മാർക്കില്ല, ഓക്കെ കല്ല് ഞാനൊക്കെ എന്തിനാ പോകണ്ടേ, ഞാൻ എനിക്ക് ചെന്നൈയിലെ മ്യൂസിക് പഠിക്കാൻ പോകണം, പോയിക്കോ. പിന്നെ എന്തിനാ പോകേണ്ടത്, പിന്നെ TTC ഇപ്പച്ചി വിട്ടത് സേഫ് ആക്കിയിട്ട് എന്തിനാച്ചാ പോയിക്കോ. അപ്പൊ ഇപ്പച്ചൊക്കെ ഇന്ത്യയിൽ എടുത്ത പോളിസി എന്താ വെച്ചാൽ സേഫ് ആക്കി. ഇപ്പൊ പറഞ്ഞു വെറുതെ മ്യൂസിക് പഠിച്ചിട്ട് ഒന്നും ഇല്ലാത്ത കോളേജിലാടുന്നത്, അല്ലെങ്കിൽ മ്യൂസിക് ഡിഗ്രി പഠിക്കണം. അപ്പൊ ഞാൻ ഡിഗ്രി പഠിക്കാൻ ഞാൻ റെഡി ആയില്ല. അപ്പൊ പറഞ്ഞു പ്രൊഫഷണലി എന്ത് ചെയ്യണം, ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചു പോകണം. അപ്പൊ പ്രൊഫഷണൽ കോഴ്സുകളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. 1-2 പ്രൊഫഷണൽ കോഴ്സിന്റെ ഇപ്പൊ നമ്മള് അബൈറ്റിന്റെ അംബാസഡറായി നിൽക്കുമ്പോൾ പ്രൊഫഷണൽ കോഴ്സ് ഇപ്പോൾ എടുത്ത് കഴിഞ്ഞു. അതിന്റെ കോൺവൊക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എത്ര സ്റ്റുഡൻസ് ആണ് പഠിച്ചിറങ്ങിയെന്നുള്ളത്. അപ്പോൾ എന്തായാലും അബൈറ്റിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വ്ളോഗിന്റെ കൂടെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ടാവും. പക്ഷേ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, ഈ സംഭവം എല്ലാവരും മുൻനിർത്തുക, എല്ലാവരും മനസ്സിൽ കാണുക. ഒന്നിൻ്റെ അവസാനമല്ല, എല്ലാം തുടങ്ങിയിട്ടുള്ളൂ. നല്ല രീതിയിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. മാർക്ക് കുറഞ്ഞവർക്കും മാർക്ക് കൂടിയവർക്കും എല്ലാ എൻ്റെ മക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഐ വിഷ് യു ഗൈസ് ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി അബൈറ്റിലെ ഒപ്റ്റോമെട്രി സ്റ്റുഡൻസിൻ്റെ കോൺവൊക്കേഷൻ പരിപാടിക്കും അതുപോലെ തന്നെ ഇന്റീരിയർ ഡിസൈൻ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ കോൺവൊക്കേഷൻ പരിപാടിക്കും പോയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പഠിച്ച് ഇപ്പോൾ ചൈനയിലേക്കൊക്കെ പുറത്തേക്ക് ട്രാവൽ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്, ഒരുപാട് പ്ലേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്, ഒരുപാട് ആൾക്കാരെ നമ്മൾ പരിചയപ്പെടാണ്ട്. അപ്പോൾ അവരെല്ലാവരും നമ്മളിപ്പോൾ അടുത്ത് പോയിട്ട് പരിചയപ്പെട്ടിരുന്നു, അവരുടെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കാണാം. അപ്പോൾ അബൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഒപ്റ്റോമെട്രിയിൽ അഡ്മിഷൻ എടുക്കാനും കാര്യങ്ങൾക്കും ഇതിനുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്പറായിട്ട് കൊടുക്കുന്നുണ്ട്. സോ മസ്റ്റായിട്ടും പാരൻസും കുട്ടികളൊക്കെ ഒന്ന് കണ്ടുനോക്കുക. ഒപ്റ്റോമെട്രി അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനൊക്കെ നിങ്ങൾ ഡ്രീമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അബൈറ്റ്. അപ്പോൾ മസ്റ്റായിട്ട് അബൈറ്റിലെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ കൂടെ കണ്ടുവെക്കാം. അപ്പോൾ ഇന്ന് അബൈറ്റിൻ്റെ കോൺവൊക്കേഷൻ സെറമണിയിൽ എന്തായാലും പാരൻസ് ഹാപ്പി ആവും, അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ആവുന്ന കുട്ടികളും ഹാപ്പി ആവും. അപ്പോൾ അതുപോലെ തന്നെ അതേ ലെവലിൽ സന്തോഷമുള്ള ആൾക്കാരാവും ഫാക്കൽറ്റീസ്. അവരെ പഠിപ്പിച്ചിറക്കി ഇന്ന് അവർ പഠിപ്പിച്ച സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എന്ത് തോന്നുന്നു, എന്താണ് വിശേഷങ്ങൾ അബൈറ്റിൽ? ഭയങ്കര ഹാപ്പിയാണ്. കുട്ടികളൊക്കെ പാസ് ഔട്ടായി, ഇനി മാർക്കറ്റിലേക്ക് ഹിറ്റ് ചെയ്യാൻ പോവാണ്. ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉള്ളൊരു കോൺഫിഡൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റാണ് നമ്മൾ ഉള്ളത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആർക്കിടെക്ട്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇയർ ഓൺവേർഡ്സ് നമ്മൾ ഇന്റർനാഷണൽ എക്സ്പോഷർ അടക്കം ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ചൈനയൊക്കെ എന്താണ് അബൈറ്റിന്റെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വ്യത്യാസം വരുന്നത്? നമ്മൾ മോഡേൺ സോഫ്റ്റ്വെയർസ് ഓൺ ടൈം ഡെലിവറി ചെയ്ത് കൊടുക്കും കുട്ടികൾക്ക്. പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ആ മോഡേൺ സോഫ്റ്റ്വെയർ അവർക്ക് അറിയായിരിക്കും. 8+ സോഫ്റ്റ്വെയർ ഇപ്പം പാസ് ഔട്ടായ ഗ്രാജുവേറ്റ്സ് ഓൾറെഡി അറിഞ്ഞിട്ടാണ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. അതേപോലെ തന്നെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അവരെന്തായാലും സൈറ്റ് കൺസ്ട്രെയിൻസും മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. അത് നമ്മളൊരു കോൺഫിഡൻസ് ആണ്. പഠിപ്പിക്കുന്ന എല്ലാവരും ആർക്കിടെക്ട്സ് ആണ്. ഒക്കെ നമ്മൾ സന്തോഷം. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്രാവശ്യം ചൈനയിലോട്ട് പോകുന്നുണ്ട്. വൈ ചൈന? ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞ് എന്തുകൊണ്ട് ചൈനയിലേക്ക് നമ്മൾ പോകണം? ചൈന നമുക്ക് ഇന്റർനാഷണലി ഏറ്റവും കൂടുതൽ മാർക്കറ്റ് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. സോ അപ്പോൾ അത് നമുക്ക് ബെസ്റ്റ് ആയിട്ട് തന്നെ സ്റ്റുഡൻസിനെ എത്തിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇപ്രാവശ്യം ചൈന ചൂസ് ചെയ്തത്. ഓക്കെ. സോ ഇപ്രാവശ്യം തുടങ്ങുകയാണ് ചൈനയിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ കൂടെ പോകുന്നുണ്ടോ? ഫാക്കൽറ്റീസും പോകുന്നുണ്ട്. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയാട്ടോ. താങ്ക് യു. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറേ ഹാപ്പി സ്റ്റുഡൻസ് ഉണ്ട്. അതായത് കഴിഞ്ഞ ഇയേഴ്സിൽ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ ക്ലാസ്സും അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പൊക്കെ കഴിഞ്ഞ ആഴ്ച പഠിത്തം കഴിഞ്ഞ് ഈ ആഴ്ച ജോലി നേടിയ ഒരാളെൻ്റെ കൂടെ ഉണ്ട്. പേര് ഫാത്തിമ ജന്ന. ഞാനിപ്പോൾ ഗ്രീൻ ലൈൻ ആർക്കിടെക്ചറിലാണ് വർക്ക് ചെയ്യുന്നത്, കാലിക്കറ്റ്. അതുപോലെ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തത് സ്ഥപതി ആർക്കിടെക്ചറിലായിരുന്നു. സോ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അബൈറ്റിൽ വന്നിട്ട് എനിക്ക് മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഫിഡൻസ് എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയ ഒരാൾക്കാരുടെ മുന്നിൽ സംസാരിക്കാൻ പ്രസൻറ്റ് ചെയ്യാൻ എല്ലാം ഭയങ്കര മടിയും ബാക്കിലോട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയൊരു സംഭവമായിരുന്നു അത്, കോൺഫിഡൻസ്. ഒരാളോട് സംസാരിക്കുന്നത്, ഈവൻ ഒരു ക്ലയൻറ്റിനോട് സംസാരിക്കാനായാലും ആ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയാലും എല്ലാം എനിക്ക് കോൺഫിഡൻസ് തന്ന അബൈറ്റാണ്.
പിന്നെയെന്ന് പറയുന്ന ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫാക്കൽറ്റീസിനെ കുറിച്ചാണ്. ലൈക്ക് അവർ പഠിപ്പിക്കുന്നൊരു മെത്തേഡ് എൻ്റർലി ഡിഫറെൻറ്റാണ്. ഈവൻ ഇപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ നമുക്കിപ്പോൾ അവർ ക്ലാസ്സിലുള്ള ടൈമിൽ നമുക്ക് ഫീൽ ചെയ്യും അവരെന്താ ക്ലാസ്സിന് വരാത്തത്, അവരെന്താ പറഞ്ഞു തരാത്തതെന്നല്ലോ. പക്ഷേ ഇപ്പോൾ തീസിസിൻ്റെ ടൈമിലെല്ലാം സാറ് അതിൽ നമ്മളെ കൊണ്ട് തന്നെ ഓരോന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും, നമ്മളെ കൊണ്ട് തന്നെ റെഫറൻസ് എടുപ്പിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. സോ കോൺഫിഡൻസ് ആയാലും എവറിത്തിങ് അബേറ്റിൽ എനിക്ക് കിട്ടിയൊരു സംഭവമായിരുന്നു. സോ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ അബൈറ്റിനെ എന്താണ് വ്യത്യസ്തമാക്കുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അബൈറ്റ് ലൈഫ്? നിങ്ങൾ ഇത്രയും വർഷം ഇവിടെ പഠിച്ചവരാണ്, ടീച്ചേഴ്സായിട്ട് ഇടപഴകിയ ആൾക്കാരാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ടു ബി ഹോണസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു അബൈറ്റ് നിങ്ങളുടെ ലൈഫിൽ? ടു ബി ഓണസ്റ്റ്, ഞാൻ +2 കഴിഞ്ഞ് വേറൊരു കോളേജിൽ ജോയിൻ ചെയ്തിരുന്നത് സെയിം പ്രോഗ്രാമിന്. പക്ഷേ അവിടുത്തെ ഒരു ലേണിംഗ് എൻവയോൺമെന്റ് ഒന്നും പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തു അവിടെ നിന്ന്. പിന്നെ ഫ്രണ്ട്സ് വഴിയും സോഷ്യൽ മീഡിയ വഴിയൊക്കെ അബൈറ്റ് ഇറങ്ങി. അങ്ങനെ അബൈറ്റിലെത്തി. അബൈറ്റിൽ ലേണിംഗ് എൻവയോൺമെന്റ് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഭയങ്കര ഡീപ്പായിട്ട് നല്ല അത്യാവശ്യം നല്ലപോലെ പഠിപ്പിക്കുന്ന രീതിയാണ്. ഫാക്കൽറ്റീസ് ആയാലും വെരി സപ്പോർട്ടീവ്, ഭയങ്കര ബേർത്തായിട്ട് ഫീൽ ചെയ്ത് അബൈറ്റ് ചൂസ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്നെ കുറിച്ച് 2 വാക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ പഠിച്ച സമയം? എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം നിങ്ങൾ ഇന്റേൺഷിപ്പൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഒരു ജോബിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത്രയും കാലം ഒരു കോഴ്സ് എടുത്ത് പഠിച്ച ആളാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അബൈറ്റ് ലൈഫ്? ഇത്രയും കാലം ഇപ്പം അബൈറ്റ് ചൂസ് ചെയ്ത് ഇവിടെ വന്ന് പഠിച്ചാൽ ഒരു 3 കൊല്ലം വേർത്തായിട്ട് തന്നെ തോന്നുന്നത്. ഇപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ആസ് എ ഇൻറ്റീരിയർ ഡിസൈൻ സ്റ്റുഡൻറ്റിന് അത് കിട്ടാവുന്നതിലും കൂടുതൽ അറിവുകൾ നമുക്ക് കിട്ടിയിട്ടാണ്. ഇപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങളായാലും ഇപ്പോൾ AI വന്നപ്പോൾ AI ഇൻറ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർസ് ആയാലും അതെല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള എത്രത്തോളം നമുക്ക് മാക്സിമം കിട്ടാനുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് എക്സാം കഴിഞ്ഞിട്ട് പോലും നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം കോളേജ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ വലിയൊരു പാർട്ടാണ് വഹിച്ചത്. ഒരു കാര്യം കൂടി എന്താ വെച്ചാൽ ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ് നമ്മളെ കോഴ്സ്. പക്ഷേ ഇൻറ്റീരിയർ ഡിസൈനിങ് സംബന്ധിച്ച് ഇൻറ്റീരിയർ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, എക്സ്റ്റീരിയർ ആയാലും ലാൻഡ്സ്കേപ്പ് ആയാലും ഒക്കെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. സോ ഇവിടെ വന്നിട്ട് ഒരു ഇൻറ്റീരിയർ ഡിസൈൻ എന്നുള്ള പേരിൽ നമുക്ക് ഇതെല്ലാം പഠിക്കാം. ഈവൻ ഒരു ആർക്കിടെക്ചർ ഫേമിൽ പോയാൽ അവർ ആയിരിക്കും ഇൻറ്റീരിയർ മാത്രമേ അറിയുള്ളൂ സ്പേസ് ചെയ്യാൻ. പക്ഷേ നമുക്ക് കോൺഫിഡൻ്റ് പറയാം നമുക്ക് ലാൻഡ്സ്കേപ്പ് കഴിയുമോ, എക്സ്റ്റീരിയർ ചെയ്യാൻ കഴിയുമെന്നെല്ലാം പറയാം. ഇന്റീരിയർ ആണ് പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ എക്സ്റ്റീരിയറിന്റെ ഡിസൈൻസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈവൻ പ്രോഡക്റ്റ് ഡിസൈനിങ്, ഫർണിച്ചർ ഡിസൈനിങ് ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അതിന് മാത്രം എല്ലാ നമുക്ക് പല അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ ഉള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര വാസ്റ്റ് ആയിട്ടുള്ള സാധനം. ഫാക്കൽറ്റീസ് എക്സ്പീരിയൻസ്ഡ് ആണ്. വെറും ഇന്റീരിയർ മാത്രമല്ല, ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ ഒരു ഇത് ചെയ്യാൻ അറിയണമെന്നാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. പ്രാക്ടീസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് കാരണം എല്ലാ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഫാക്കൽറ്റീസ് നമുക്ക് അവൈലബിൾ ആയ കാരണം നമുക്കത് കൂടുതൽ നല്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരാൾക്ക് ജോലി കിട്ടി, 2 ആൾ ഒരാഴ്ച ആയിട്ടുള്ളൂ കോഴ്സ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ തന്നെ അടുത്ത ആഴ്ചയിൽ തന്നെ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കണം. ആൾ ദ ബെസ്റ്റ്. അപ്പോൾ അബൈറ്റ് കോൺവൊക്കേഷൻ കഴിഞ്ഞ്, അതായത് അബൈറ്റിലെ കോഴ്സ് പഠിച്ച് ഒപ്റ്റോമെട്രിൻ്റെ കോഴ്സ് പഠിച്ച് ജോലി നേടിയിട്ടുള്ള 1, 2, 3, 4, 5 ഒരുപാട് ആൾക്കാർ അപ്പുറത്തും ഉണ്ട്. ഇന്ന് 100-200 സ്റ്റുഡൻസ്, 200-ലധികം സ്റ്റുഡൻസ് ആണ് ഗ്രാജുവേറ്റ് ആവുന്നത്. അതിൽ ജോലി കിട്ടിയിട്ടുള്ള 5 പേരാണ് എൻ്റെ കൂടെ ഉള്ളത്. പേര് ഷാലിമ. എവിടെയാണ് നിങ്ങളിപ്പോൾ? ഞാൻ അബുദാബിയിലെ. അബുദാബിയിൽ എവിടെ? അബുദാബിയിൽ ഏഷ്യ ഓപ്റ്റിക്കൽസ്. നിങ്ങളെ പേര് ഹിബ ഫാത്തിമ. ഞാൻ കൊച്ചിയിൽ ലെൻസ് കാർട്ടിൽ ഞാൻ ബാംഗ്ലൂരിലാണ്. ആഗില ലെൻസ് കാർട്സിൻ. ഞാൻ ലിയാന. ഞാനിപ്പം കൊച്ചി അമൃതയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ എല്ലാവരും പ്ലേസ്ഡ് ആണ്. അബൈറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അബൈറ്റ്? എങ്ങനെ ഉണ്ടായിരുന്നു കോഴ്സും കാര്യങ്ങളൊക്കെ? ഇത്ര പെട്ടെന്ന് പ്ലേസ്ഡ് ആവാൻ പറ്റും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നോ? എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഒരിക്കലും. കാരണം അബൈറ്റ് എന്ന് പറയുന്ന ഡിസിഷനാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അബൈറ്റിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഈ ഒരു വേദിയിട്ടില്ല. അതുകൊണ്ട് അബൈറ്റിനോട് ഞങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ താങ്ക്സ് ഉണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം തന്നതിന്. വീട്ടിൽ എല്ലാം കൊണ്ട് അടിപൊളിയാണ്. ക്ലാസ്സും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. ക്ലാസ് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ആ ഒരു ക്ലാസ്സാണ് ഞങ്ങളെ ഈ ഒരു ടീമിനെ ആക്കി എടുത്തത്. നിങ്ങളെ ഫ്യൂച്ചർ എൻഡേഴ്സിലും വിജയങ്ങൾ തന്നെ ഉണ്ടാവട്ടെ. എപ്പോഴും മുകളിലേക്ക് കയറി പോകാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഒപ്റ്റോമെട്രിയിൽ നിന്നും ഗ്രാജുവേറ്റ് ആയിട്ടുള്ള അൻഷയാണ് നമ്മളെ കൂടെ ഉള്ളത്. പ്ലേസ്
കാലിക്കറ്റ് തന്നെ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു പഠിച്ച സമയങ്ങളും ഇതൊക്കെ എന്തായിരുന്നു ഉള്ള അഭിപ്രായം അബൈറ്റിനെ കുറിച്ച്? നല്ല സ്ഥലമാണ്, നല്ല പഠിപ്പിക്കുന്നുണ്ട്, ഉഷാറായിട്ട് പഠിപ്പിച്ചു. ഗ്രാജുവേറ്റ് ആയി ഭയങ്കര ഹാപ്പിയാണ്. ടീച്ചേഴ്സ് ഇപ്പോഴും ചോദിക്കലുണ്ട്, അന്വേഷിക്കും അബൈറ്റ് പഠിച്ച അങ്ങനത്തെ ഒരു ഉപകാരമാണ്. അപ്പം ജോബ് കിട്ടിയോ എന്നുള്ള അൽഹംദുലില്ലാ ജോബ് കിട്ടിക്കണ്. അപ്പം അങ്ങനെ സന്തോഷം. ഇപ്പൊ ഞാൻ മിംസിന്റെ അടുത്ത് തന്നെ കാലിക്കറ്റ് തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ പുറത്തേക്ക് നോക്കുന്നുണ്ട്. സോ എൻ്റെ കൂടെ അജിനുണ്ട്. അജിനാണ് ഫസ്റ്റ് വീഡിയോ എടുത്ത് തുടങ്ങിയപ്പം എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ അജിനോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. അജിന് ഇപ്പോൾ ചെന്നൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ അബൈറ്റ് എക്സ്പീരിയൻസ്? ഒക്ടോമെട്രി ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ പോകുന്നു ലൈഫ്, ജോബ് കിട്ടിയ കാര്യങ്ങളും എല്ലാം ഒന്ന് നമ്മൾ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാം. തീർച്ചയായിട്ടും ഞാൻ 2020 ചൈതന്യയിൽ അത് കട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. എടുത്താൽ ചൈതന്യ എന്ന് പറഞ്ഞത് കോമ്പറ്റീറ്റർ. ചെന്നൈ ഓക്കെ, 2020 ഞാൻ അബൈറ്റിൽ ജോയിൻ ചെയ്യുന്നത്. 2024 പാസ് ഔട്ടായി. ഞാൻ ഒരു വർഷം അബൈറ്റിലായിരുന്നു, ചൈതന്യയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കെയറിംഗ് വിഷൻ തെറാപ്പി ആൻഡ് ന്യൂറോവിഷൻ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ചെന്നൈയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഷൻ തെറാപ്പിസ്റ്റ് ആയിട്ട്. ഇപ്പോൾ ഞാൻ അവിടെ ഒരു സ്റ്റോറി പറയാം. ഒരു കുട്ടി, അവൻ്റെ പേര് പോലും അവന് വായിക്കാനായിട്ട് പറ്റില്ല. അവൻ്റെ പേര് നമ്മൾ എഴുതി കൊടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പേരാണെന്ന് അവന് വായിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഡിസ്ലെക്സിയ ഉള്ള കുട്ടിയാണ്. ഒരു 6 months അവൻ കണ്ടിന്യൂസ് ആയിട്ട് തെറാപ്പി എടുത്തിട്ട് അവൻ അത് കഴിഞ്ഞിട്ട് അവനൊരു ഫുൾ പാരഗ്രാഫ് എനിക്ക് വായിച്ചു തന്നു. അവൻ്റെ അതായത് ഒരു സ്റ്റോറിയുടെ ഫുൾ പാരഗ്രാഫ് അവൻ എനിക്ക് വായിച്ചു തന്നു. അന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു സന്തോഷമുണ്ട്, ഒരു ഹാപ്പിനെസ് ഉണ്ട് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ. എല്ലാത്തിൻ്റെയും സ്റ്റാർട്ട് എവിടുന്നാണ്? അബൈറ്റ് എന്നാണ്. അപ്പോൾ ഒപ്റ്റോമെട്രിയിൽ എൻ്റെ സ്റ്റാർട്ട് അബൈറ്റാണ്. ഉറപ്പായിട്ടും അബൈറ്റ് എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓൾ ദി ബെസ്റ്റ്, ഫ്യൂച്ചർ എൻഡേഴ്സിൽ വിജയങ്ങളുണ്ടാവട്ടെ. അപ്പോൾ ഇന്ന് ഒപ്റ്റോമെട്രിയിൽ നിന്നും ഗ്രാജുവേറ്റ് ആയിട്ടുള്ള റുമാന എൻ്റെ കൂടെ. റുമാന മാത്രമല്ല, റുമാൻ്റെ ഈ ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻറ്റിൽ റുമാൻ്റെ കൂടെ റുമാൻ്റെ ഫുൾ ഫാമിലി എൻ്റെ കൂടെ ഉണ്ട്. ഉപ്പുണ്ട്, ഉമ്മുണ്ട്, ബ്രദർ സിസ്റ്റർ എല്ലാവരും ഉണ്ട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു അബൈറ്റിലെ ലൈഫ്? ഗ്രാജുവേറ്റ് ആകുമ്പോൾ എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷം തോന്നുന്നു. ഈ ഒരു മൊമെന്റ്സിന് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വരെ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ പാരൻസ് ആണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എല്ലാത്തിനും. എൻ്റെ ഉമ്മയാണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ ഉപ്പ നാട്ടിലില്ലായിരുന്നു, പക്ഷെങ്കിൽ കൂടി ഉപ്പ എല്ലാത്തിനും കൂടെ നിന്നിട്ടേ ഉള്ളൂ. എപ്പോഴും കുവൈത്തിലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പഠിച്ച ടൈമിലൊക്കെ? ടെൻഷൻ ഉണ്ടായിരുന്നോ? ലൈക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താന്ന് അറിയാണ്ട് കുവൈത്തിൽ നിന്നാണ് ഫുള്ള് കാര്യങ്ങളും ഫോണിൽ മാത്രം അറിയില്ലുണ്ടാവുള്ളൂ. ഇപ്പൊ ഇതുവരെ കോളേജ് കണ്ടിട്ടോ ആക്കിയിട്ടോ ഒന്നുമില്ല. ഒക്കെ ഉമ്മ തന്നെ ആയിരുന്നു എല്ലാം ചെയ്തത് ആക്കിയത് കാര്യങ്ങൾ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഗ്രാജുവേഷനാണ് മാത്രമാണ് ഇപ്പൊ വന്നത്. എന്ത് തോന്നുന്നു ഇപ്പൊ? സന്തോഷം, ഉഷാറായി, അടിപൊളിയാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഇതിന്റെ ബ്രദറാണ്. ഓക്കെ കറക്റ്റ് ടൈമിൽ ഇതിൽ പങ്കെടുക്കാൻ പറ്റി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ശരി. അപ്പോൾ അബൈറ്റിൽ ഒപ്റ്റോമെട്രി കഴിഞ്ഞ് കറൻ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന 5 ആൾക്കാരെ നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ ഒരു 5 ആളെ സെറ്റും കൂടി വന്നിരിക്കുകയാണ്. പേര്? ഫർസീന. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നത്. ബാംഗ്ലൂർ ടൈറ്റനിൽ. നൂറി കാലിക്കറ്റിൽ വർക്ക് ചെയ്യാം. നിങ്ങൾ നേരത്തെ എന്നാലും പറയാം. അൻഷ കാലിക്കറ്റ് തന്നെ വർക്ക് ചെയ്യുന്നത്. ഷിമ, ഞാൻ മലപ്പുറത്ത് വർക്ക് ചെയ്യുന്നത്. ഷഹാന ഓക്കെ. സോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അബൈറ്റ് ലൈഫ്? എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു? ഇപ്പം നിങ്ങളെല്ലാവരും പെട്ടെന്ന് ജോലി കിട്ടിയല്ലോ, കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ജോബിൽ കയറിയ ആൾക്കാരാണ്. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നിങ്ങളുടെ ലൈഫിൽ അബൈറ്റ്? എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ കോഴ്സിൻ്റെ സമയം? എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സുകളൊക്കെ? ടീച്ചേഴ്സൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു? ഫാക്കൽറ്റീസൊക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു. പിന്നെ നമ്മുടെ അബൈറ്റിൻ്റെ വക നല്ല ക്ലാസ്സും ഡോക്ടേഴ്സായി ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അബൈറ്റിൻ്റെ കോൺവൊക്കേഷൻ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വിസ് അമേരിക്കൻ ഇൻ്റർനാഷണൽ അക്കാഡമിയിൽ ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി പാസ്സായി ഇപ്പോൾ 1 year ആയിട്ടുള്ള ആമിന ആശാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ പാരൻസും നമ്മളെ കൂടെ ഉണ്ട്. മുക്കം സ്വദേശികളാണ്. എന്ത് തോന്നുന്നു ഈ ഒരു സന്ദർഭത്തിൽ? വളരെ സന്തോഷമാണ്. കാരണം ഞാൻ ആഗ്രഹിച്ച രീതിയിൽ, അതായത് എന്തുകൊണ്ടും ഒരു ഗേളിന് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു
ഒരു ഫീൽഡാണിത് ഒപ്റ്റോമെട്രി. അപ്പോൾ അതിൻ്റെ ഡോക്ടറേറ്റ് എന്ന് പറയുന്നതും പിന്നെ കണ്ണിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണല്ലോ കണ്ണ്. അപ്പം ആ കണ്ണിനെ പറ്റിയും അത് ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആവും. അങ്ങനെ എന്തെങ്കിലും ഒരു ലെഗസി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം ബാക്കിയാക്കി ഈ ഒരു ഭൂമിയിൽ നിന്ന് ഇത് പാസ് ഔട്ടായി മാതിരി പാസ് ഔട്ട് ആവുക എന്നുള്ളൊരു ആഗ്രഹം. അത് വളരെ സന്തോഷത്തോടെ ഇപ്പം ഈ ഒരു നിമിഷം ഒരുപാട് ഹാപ്പിയാണ്. ഒരുപാട് ഹാപ്പിയാണ്. ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയാവട്ടെ. തുടർന്നുള്ള ഫ്യൂച്ചർ എൻഡേവേഴ്സിലും വിജയങ്ങൾ മാത്രം ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. കാണാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത് അബേറ്റിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ റിവ്യൂ ആണ്. അതുപോലെ തന്നെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ റിവ്യൂ ആണ്. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സിൻ്റെ റിവ്യൂ ആണ്. ഇനി ചൈനയിൽ പോകാനുള്ള ആൾക്കാരുടെ റിവ്യൂ ആണ്. അതുപോലെ തന്നെ ജോലി കിട്ടിയ സ്റ്റുഡൻസിൻ്റെ റിവ്യൂ ആണ്. സോ മസ്റ്റായിട്ടും നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒപ്റ്റോമെട്രി അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് എന്ത് എൻക്വയറീസ്, അതായത് പാരൻസ് ആവട്ടെ കുട്ടികളാവട്ടെ, നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് അഡ്മിഷൻ എടുക്കാനാവട്ടെ, അതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ട്സ്, ഇതിൻ്റെ പ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങൾ എന്ത് ക്ലിയർ ചെയ്യാനും നിങ്ങൾക്ക് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ആക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് അബേറ്റിൻ്റെ നമ്പർ. കോൺടാക്ട് ചെയ്യുക. എല്ലാ സ്റ്റുഡൻസും അഡ്മിഷൻ കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്, എന്തായാലും മസ്റ്റായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഇൻറ്റീരിയർ ഡിസൈൻ ഒപ്റ്റോമെട്രി ലക്ഷ്യമാക്കുന്ന എല്ലാവർക്കും ഒരു ബെറ്റർ ചോയ്സ് തന്നെയാണ് അബേറ്റ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നമ്മൾ റോഡ് എല്ലാ നാട്ടിലും ഒരു ഫ്ലക്സിൽ നമ്മളെ ഫോട്ടോ ഇപ്പോൾ വരുന്നുണ്ട്. അത് ഞാൻ അബേറ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ആണ്. അപ്പോൾ സോ അബേറ്റ് അത്രയും ട്രസ്റ്റ് വർത്തി ആയതുകൊണ്ടാണ് കഴിഞ്ഞ കൊല്ലം ഇത്രയും സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടും ഇവർക്ക് ജോലി കിട്ടുകൊണ്ടാണ് കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലം നമ്മൾ അബേറ്റിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത്. സോ മസ്റ്റായിട്ടും എല്ലാവരും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ റിസൾട്ടിൻ്റെ വ്ളോഗ്. എല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു, അടിപൊളിയെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. വീണ്ടും ഒരു സൂപ്പർ വ്ളോഗും പെരുന്നാൾ വ്ളോഗൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുക, വാച്ച് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ് ഗൈസ്. ലവ് യു ആൾ. ബൈ ബൈ.